ഇത്രമായിട്ട് ഇത്രയധികം പുരാണങ്ങളും കഥകളും ഒക്കെ നമുക്ക് പകർന്നു വന്നിരിക്കുന്നു. അവരനുഭവിച്ച ആരണ്യാന്തര ഗർഭരോദരങ്ങളിൽ ഇരുന്ന് തപം ചെയ്ത് പ്രകൃതിയിലൂടെ സൂക്ഷ്മചലനങ്ങളിലൂടെ അവരനുഭവിച്ച ഈശ്വരനെ നമ്മളെപ്പോലെയുള്ളതായ സാധാരണക്കാർക്ക് അനുഭവിക്കത്തക്ക വിധം ഉദാഹരണങ്ങളിലൂടെ പ്രതീകാത്മകമായിരിക്കുന്ന ചിന്തകളിലൂടെ വാക്കുകളിലൂടെ അവർ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വാക്കുകൊണ്ട് ചിലപ്പോൾ പലതും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരും. അത്തരത്തിലാണ് ഇവിടെ വസിഷ്ഠൻ വിശ്വാമിത്രനെ ശപിച്ചു എന്നും വിശ്വാമിത്രൻ വസിഷ്ഠനെ ശപിച്ചു എന്നൊക്കെ പറയുന്നത് എന്റെ ജനമേജയാണ്. ജനമേജയെ ചോദിച്ചത് അതാണ്, ഇത്രയും വലിയ ഋഷീശ്വരന്മാരല്ലേ, എന്നിട്ട് അവർക്ക് കോപമൊക്കെ ഉണ്ടാവാൻ പാടും? എന്താ കോപം ഉണ്ടാവാൻ പാടില്ലാണല്ലോ? ശരീരത്തിലല്ലേ വർദ്ധിക്കുന്നത്. ശരീരത്തിൻ്റെതായ സ്വഭാവ സവിശേഷതകളുണ്ട്. എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ എപ്പോഴും സമാധിസ്ഥരാണ്. ഈ സമാധിഭാവം എന്ന് പറയുന്നത് ഒരു ഗുണമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാളുടെ പ്രാണൻ പോയിട്ട് ഇരിക്കുന്നതല്ല സമാധി. അതിനെയും സമാധി എന്ന് പറയുമെങ്കിലും സമാധി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തമസാ നദിയുടെ തീരത്ത് ആശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായ സാക്ഷാൽ വാൽമീകി മഹർഷി, അതിന് തൊട്ടുമുമ്പ് ഒരു സംഭവം നടന്നു. എന്താണ്? അദ്ദേഹം തമസാ നദി തീരത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ ഭരദ്വാജൻ മുതലായിരിക്കുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോഴാണ് വൃക്ഷലതാദികളിൽ ഒന്നിൽ ക്രൗഞ്ചമിഥുനങ്ങൾ പരസ്പരം ഇങ്ങനെ സന്തോഷത്തോടുകൂടി കൊക്കുരുമ്പി ചിറക് ചേർന്നിരിക്കുന്നത് കണ്ടത് അത്ഭുതത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാടിന്റെ ഇരുളിൽ നിന്നും കൂട്ടുകൂട്ട ഒരു ബാണം അതിവേഗത്തിൽ പാഞ്ഞു വന്ന് ആ ആൺകിളിയുടെ ഹൃദയത്തിലെ വെച്ചുണ്ടാച്ചു. രക്തം വാർന്നൊലിച്ച തം ശോണിത പരീതാംഗം, രക്തം വാർന്നൊലിച്ച് നിരത്തിൽ വീണതായ ഇണയെ കണ്ട് നിശ്ചലമായ ഇണയുടെ ആ ശരീരത്തിന് ചുറ്റും ചിറകിട്ടടിച്ച് പറക്കുകയാണ് പെൺകിളി. ആ കിളിയുടെ ദുഃഖം, ശോകം പെട്ടെന്ന് വാൽമീകി മഹർഷിയുടെ ഹൃദയത്തിലും അതേ ശോകം തുടങ്ങി. ശോകത്വമാകത, ആ ശോകം വാൽമീകിയുടെ ഹൃദയത്തിൽ നിന്നും ഒരു ശോകമായി വന്നൊഴി. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമശാശ്വതീ സമാഹ യത്രൗഞ്ച വിധുനാദേകമവധീ കാമമോഹിതം. കാമമോഹിതങ്ങളായ വിധനങ്ങളിൽ ഒന്നിനെ അമ്പെയ്തിരിക്കുക. കാട്ടാള, എന്റെ ഈ പ്രവൃത്തിക്ക് സ്ഥിരപ്പെട്ടിട്ടില്ലാതെ പോകുകയും മാനിഷാദ എന്നല്ല അന്വയിക്കേണ്ടത്, അത് തെറ്റായ അന്വയമാണ്. എല്ലാവരും അരുത് കാട്ടാള, അങ്ങനെയല്ല പറഞ്ഞത്. മാ പ്രതിഷ്ഠ എന്നാണ് അന്വയം. ഇത് പ്രതിഷ്ഠയില്ലാതായി തീരട്ടെ, ഇതിന് സ്ഥിരപ്രതിഷ്ഠയില്ലാതായി തീരട്ടെ. ഏതിന്? ഈ ഹിംസാപ്രവൃത്തി. ഇത് ലോകത്തിൽ ബഹുമാനിക്കപ്പെടാതാവട്ടെ, ആദരിക്കപ്പെടാതാവട്ടെ. ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കുള്ളതായ വിരൽ ചൂണ്ടലാണ് അത്. ഇവിടെ ഇപ്പൊ അഹിംസാന്ന് കേൾക്കുമ്പോഴേക്കും അപ്പം ബുദ്ധനെ പിടിക്കും. എന്നിട്ട് പറയും വാൽമീകി ബുദ്ധന്റെ ആശയം സ്വീകരിച്ചു, അത് കാരണം രാമായണം ബുദ്ധന് ശേഷമുള്ളതാണ്. അതാണ് ഇവിടുത്തെ ചരിത്രകാരന്മാരുടെ സ്വഭാവം. അഹിംസ എന്നത് ബുദ്ധനുണ്ടാക്കിയ പദമൊന്നുമല്ല. ബുദ്ധൻ എന്ന് പറഞ്ഞത് ഒരു യോഗീശ്വര ഭാവത്തിൽ ബോധോദയത്തിൽ ലോകത്തിൽ മുഴുവൻ കാണുന്നതായ ദുഃഖം, ആ ദുഃഖത്തിന്റെ നിവൃത്തി, അത് മോഹിക്കാതിരിക്കലാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹമാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം എന്ന് ബുദ്ധൻ പറഞ്ഞു. ആ ബുദ്ധൻ പറഞ്ഞത് ബുദ്ധൻ കണ്ടുപിടിച്ചൊരു വാചകമൊന്നുമല്ല, വേദത്തിലും ഉപനിഷത്തുകളിലും പറഞ്ഞ ആശയത്തെ ഒന്നുകൂടി മനുഷ്യർക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ലളിതമായി പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞതൊന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് ബുദ്ധന്റെ പിന്നാലെ വന്നവരൊക്കെ പല പല വിഭാഗങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കേണ്ടത്. അതല്ലെങ്കിൽ അങ്ങനെയാണ്.
ലോകത്തിന് അറിവ് പകർന്നു കൊടുത്ത മഹാഗുരുക്കന്മാരൊക്കെ കുറച്ചു കഴിഞ്ഞാൽ ഈശ്വരന്മാരാകും. പിന്നെ അവരുടെ പ്രതിമകളെ പൂജിക്കാൻ തുടങ്ങും. അവർ പറഞ്ഞ കാര്യങ്ങളാരും അനുസരിക്കുന്നില്ല. അനുകരിക്കുന്നവർ ലോകത്തോട് അനുസരിക്കുന്നവരില്ല. ഗാന്ധിജിയെ പോലെ വടിയും കുത്തി കണ്ണാടയിൽ വെച്ച് നടന്ന് അനുകരിക്കാൻ ആളുകളുണ്ടാവും. പക്ഷെ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹത്തരമായ ദർശനങ്ങളെ ഉൾക്കൊള്ളാൻ ആരുമില്ല. നാരായണ ഗുരുദേവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹത്തരമായിരിക്കുന്ന അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവ അവനവന്റെ സുഖത്തിനായി വരയണം. അതാണ് വേദവ്യാസൻ പറഞ്ഞത് മഹാഭാരതത്തിൽ. അവനവന്റെ കർമ്മങ്ങൾ പരേഷ മറ്റുള്ളവരെ ഒരിക്കലും ഉപദ്രവമായി തീരരുത് എന്ന് വ്യാസഭഗവാൻ ബോധിപ്പിച്ചു. മഹാഭാരതത്തിന്റെ സന്ദേശമായി വ്യാസൻ പറഞ്ഞത് ഗൂഢം ബ്രഹ്മ തവിതം ഗോ ബ്രഹീമി ശ്രേഷ്ഠതരം കിഞ്ചി. ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറഞ്ഞു തരാം. ഏറ്റവും വലിയ രഹസ്യം, മനുഷ്യത്വത്തെക്കാൾ ശ്രേഷ്ഠമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. എന്താ മനുഷ്യത്വം? എന്നെപ്പോലെ മറ്റുള്ളവർക്കും വേദനയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് മനുഷ്യത്വം മാത്രമാണ്. ഒരു മാനിനെ പിടിച്ച് തിന്നാൻ പോകുന്ന സിംഹത്തിന് മാൻ പിടയുമ്പോൾ അതിന്റെ വേദന, അത് ചിന്തിക്കാനുള്ള വിവേകം ആ സിംഹത്തിനില്ല. സിംഹത്തിന് അവിടെ അപ്പോൾ ആ മാൻ വെറും തന്റെ തിന്നാനുള്ള വസ്തു മാത്രം. പക്ഷെ മനുഷ്യനറിയാം, മറ്റുള്ളവർ വാക്കുകൊണ്ട് എന്നെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയിൽ ഞാൻ വിവശനാകുന്നുണ്ടെങ്കിൽ അതേ വിവശത എന്റെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകാം എന്ന തിരിച്ചറിവുള്ളവരാണ്. ആ തിരിച്ചറിവോടുകൂടി ജീവിക്കാനാണ് വ്യാസൻ ഉദ്ദേശിച്ചത്. എന്ന് വാത്മീകിയിൽ നിന്ന് ഉണർന്നതായ ആ ശ്ലോകം, അത് ഉണർന്നു കഴിഞ്ഞതോടുകൂടി വാത്മീകി വല്ലാത്ത വിവശനായി, വല്ലാത്ത വിവശതയിൽ അദ്ദേഹം ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഭരദ്വാജോട് ചോദിക്കുന്നു, ഞാൻ എന്തോ പറഞ്ഞുവല്ലോ, എനിക്ക് ഓർമ്മയില്ലല്ലോ, എന്താണ് ഞാൻ പറഞ്ഞത്? ശ്രുതിമധുരമായി താളാത്മകമായി എന്നിൽ നിന്ന് ഉണർന്നൊരുക്കിയത് എന്താണ്? നല്ല ശിഷ്യന്മാരുടെ ലക്ഷണം എന്താണെന്ന് അറിയൂ? ഗുരുക്കന്മാരുടെ പിന്നാലെ നടക്കും. അവരെന്ത് എവിടെ വെച്ച് പറയുന്നു അതൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. അതുകൊണ്ട് ഭരദ്വാജൻ പറഞ്ഞു, അല്ലയോ ഗുരുനാഥ, അങ്ങ് പറഞ്ഞത് ഇതാണ്, മാനികാത പ്രതിഷ്ഠാം ശാശ്വതി സമാഹ ഏറ്റവും ജഗന്നാഥേയം അവധി കാമമോഹിതം. ആ പറഞ്ഞ വാക്കുകളെ, ആ ശ്ലോകങ്ങളെ വാത്മീകി ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു. അപ്പോൾ അവിടെ കിളിയുടെ ശോകം വാത്മീകിയുടെ ശോകമായി മാറുകയും ആ ശോകം ശ്ലോകമായി ഉണർന്നൊഴുകുകയും ചെയ്യാനുള്ള കാരണം എന്താ? ഒരു കിളി അമ്മേറ്റ് പിടഞ്ഞു വീണപ്പോൾ, ഇണക്കിളി വിരഹ ദുഃഖത്താൽ ചിറകിട്ടടിച്ച് കരഞ്ഞപ്പോൾ, ആ ദുഃഖം എന്റെ ദുഃഖമായി മാറണമെങ്കിൽ ഞാൻ ആരാവണം? തം സർവഭൂത ഹൃദയം ഭാഗവതത്തിൽ ശ്രീശുഖനെയും വ്യാസനെയും നമസ്കരിച്ച് സർവഭൂത ഹൃദയമായി മാറാനുള്ള ആ തപസ് അത് ചെയ്തവരായിരുന്നു. അവർക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ ദുഃഖം സ്വന്തം ദുഃഖമായി മാറിയിട്ടുള്ളൂ. കാരണം ഞാനും അതും രണ്ടും രണ്ടല്ല എന്ന തിരിച്ചറിവ് തരികയാണ്. അവരെയാണ് സർവഭൂത ഹൃദയമായി പരിണമിച്ചവർ എന്ന് പറയുന്നത്. അതാണ് സമാധി. അതുകൊണ്ടാണ് ആ വാത്മീകി മഹർഷിയുടെ അരികത്തേക്ക് നാരദ മഹർഷി വന്നപ്പോൾ വാത്മീകി ചോദിക്കുന്നു, കോന്വസ്മിൻ സമ്പ്രദം ലോകേ ഗുണവാൻ. ഈ ലോകത്ത് സർവ്വഗുണങ്ങളും തികഞ്ഞ പുരുഷൻ ആരാണ്? വീര്യവും ഓജസ്സും ദയയും തിദീക്ഷയും എല്ലാം നിറഞ്ഞ പുരുഷൻ ആരാണ്? 32 ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് സമാധി ഗുണം. സമാധി ഗുണവാൻ രാമ. രാമൻ സമാധി ഗുണവാനാണ്. അപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ എന്താ? നിന്നിൽ എന്നെ കാണാൻ കഴിയുന്നത്, എന്നിൽ നിന്നെ കാണാൻ കഴിയുന്നത്, സർവ്വതിലും എന്നെ കാണാൻ, എന്നിൽ സർവ്വതിനെയും കാണാൻ കഴിയുന്നവർ, അവരാണ് സമാധി ഗുണവാൻ.
അതുകൊണ്ടല്ലേ രാജകൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ ഒതുങ്ങേണ്ട ഒരു കഥ തന്റെ ചെറിയമ്മയ്ക്ക് തന്റെ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി നാളെ പ്രഭാതത്തിൽ രാജാവായി വാഴേണ്ട ആ സിംഹാസനത്തെയും കിരീടത്തെയും ചെങ്കോലിനെയും എല്ലാം ഉപേക്ഷിച്ച് നിസ്സംശയം കാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട രാജകുമാരന്റെ കഥയാണ്. ആ രാജകുമാരനെ നിഴൽ പോലെ പിന്തുടർന്ന സഹോദരനായ ലക്ഷ്മണന്റെ കഥയാണ്. ഭർത്താവിനെ പിന്തുടർന്ന സീതാദേവിയുടെ കഥയാണ്. തനിക്ക് പ്രിയപ്പെട്ട സഹോദരൻ കാട്ടിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ആ സഹോദരനെ പോലെ തന്നെ രാജസിംഹാസനം ഏറ്റെടുക്കാതെ നന്ദിഗ്രാമത്തിൽ ആ സഹോദരന്റെ പാദുകത്തെ പൂജിച്ച രാജ്യത്തെ ഭരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഭരതന്റെയും ശത്രുഘ്നന്റെയും അവരുടെ ധർമ്മപത്നിമാരായിരിക്കുന്ന മാണ്ഡവിയുടെയും ശ്രുതകീർത്തിയുടെയും ലക്ഷ്മണ പത്നിയായിരിക്കുന്ന ഊർമിളയുടെയും കഥയാണ് രാമായണം. അതുകൊണ്ടാണ് ആ രാജകുമാരൻ കാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കാട്ടിൽ ആദ്യം ആലിംഗനം ചെയ്തു ഒരു കാട്ടാളൻ. ഞാൻ ക്ഷത്രിയനാണെന്നോ അവൻ കാട്ടാളനാണെന്നോ വിചാരം രാമൻ ഉണ്ടായിരുന്നില്ല. ശ്രീബുധനെന്ന ആ വേടനെ തന്റെ മാറോട് ചേർത്ത് പുണരുന്ന രംഗം നമ്മൾ ആദ്യം കാണും. പിന്നെയോ രാമന്റെ ആലിംഗനങ്ങളാണ്. ജടായു എന്ന പക്ഷിയെ രാമൻ ആലിംഗനം ചെയ്തു. ഹനുമാൻ, സുഗ്രീവൻ എന്നിങ്ങനെയുള്ള വാനരന്മാരെ രാമൻ മാറോട് ചേർത്ത്. രാക്ഷസ രാജാവായിരിക്കുന്ന വിഭീഷണനെ രാമൻ മാറോട് ചേർത്ത്. കാട്ടാളനെയും പക്ഷിയെയും വാനരനെയും രാക്ഷസനെയും കുലുക്കിയ കൈകളാണ് രാമന്റേത്. അത് സമാധി ഗുണമുള്ളവർക്ക് മാത്രം സാധിക്കുന്നില്ല. അപ്പൊ സമാധി അതൊരു മഹത്തരമായ ഗുണമാണ്. സമമായ ധീ, എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ കഴിയുന്നതായ മനസ്സിന്റെ ഉടമകളാവുക. അതത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ഋഷീശ്വരന്മാർ ആ ഗുണം വേണ്ടവരാണ്. എന്നിട്ടും വസിഷ്ഠനും വിശ്വാമിത്രനും പരസ്പരം കലഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന് ജനവേദയും ചോദിക്കുമ്പോൾ വ്യാസൻ പറയും, ത്രിഗുണാത്മികമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഈ പറയുന്നതായ കാലത്തിന്റെ വിപരീതാനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. അതാണ് വിധി. അപ്പൊ ചിലരൊക്കെ ചോദിക്കും, ഓഹോ, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് നിങ്ങൾ ഈശ്വരനാണ്, ഈശ്വരന്റെ പണി ഇതാണോ? ഇടയ്ക്ക് ഉരുൾപൊട്ടൽ ഉണ്ടാക്കി കുറെ ആൾക്കാരെ കൊല്ലുക, ഇടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാക്കി കുറെ ആൾക്കാരെ കൊല്ലുക, എന്നിട്ടാണോ നിങ്ങൾ ഈശ്വരൻ സ്നേഹസ്വരൂപനാണ്, കാരുണ്യവാനാണ് എന്നൊക്കെ പറയുന്നത് എന്ന് ചിലരൊക്കെ ചോദിക്കും. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയയുടെ ചലനാത്മക സ്വഭാവമാണ് ജനനം മരണം എന്നൊക്കെ പറയുന്നത്. അത് ഈ പ്രകൃതിയിൽ തന്നെ അതിന്റെ കാരണങ്ങളുണ്ട്. ഈ പറയുന്ന കാരണങ്ങളോടുകൂടിയ പ്രപഞ്ചമായി സ്വയം വിരാജിക്കുന്നത് ഈശ്വരനാണെന്നാണ് പറയുന്നത്. ജനനം മരണം എന്ന് പറയുന്ന രണ്ട് ബിന്ദുക്കൾക്കിടയിലെ ജീവിതം മാത്രമല്ല പ്രപഞ്ചം. ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷവും ഉള്ളതായ തുടർച്ച കൂടിയാണ് ഈ പ്രപഞ്ചം. നമ്മുടെ മനസ്സിലൂടെ മരിച്ചവരെല്ലാം ജീവിക്കുന്നുണ്ട്. അതെത്ര കാലം എന്നുള്ളത് അവർ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ മഹത്വം അനുസരിച്ചിരിക്കും. അവർ ലോകത്തിന് നൽകിയ അവരുടേതായിരിക്കുന്ന ജീവിത ദർശനങ്ങൾക്കനുസരിച്ചിരിക്കും. ഈശ്വരൻ കൊല്ലുന്നവനാണ്, വളർത്തുന്നവനാണ് എന്നൊക്കെയുള്ള ചിന്തയാണ് ഈ കുഴപ്പം. ഈശ്വരൻ ഒരു വ്യക്തിയായി കാണുന്നതാണ് ഈ കുഴപ്പം. വ്യക്തിയായി കാണുമ്പോഴോ അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ വ്യക്തിബോധത്തോടുകൂടി ഈശ്വരന്റെ അവതാരങ്ങൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ആരാധിക്കാനാണ്. അല്ലാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മസ്വരൂപത്തെ നിരച്ചുകൊണ്ട് ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നവരാണ്. ആ നമുക്ക് അദ്വൈത ദർശനത്തിന്റെ അനുഭൂതി കിട്ടാൻ തക്കവണ്ണം എന്തെങ്കിലും യോഗ്യതയുണ്ടോ?
ആ അനുഭൂതി ലഭിച്ചവരാകട്ടെ ജീവിതത്തിൽ സർവ്വതും ഉപേക്ഷിച്ചവരായിരിക്കുന്ന സുഖഭോഗങ്ങളെ തൃണതുല്യം കണ്ടവരായിരിക്കുന്ന ആളുകളാണ്. നമ്മളോ നമ്മുടെ ശരീരത്തിന്റെ പല സുഖങ്ങൾ ഉപേക്ഷിച്ചവരാണ്. 12:30 കഴിഞ്ഞാൽ തുടങ്ങില്ലേ? എപ്പോഴാ നിർത്തിയാവോ ഇല്ലേ? ഒരു സംശയവുമില്ല. നമുക്ക് നമ്മുടെ ശരീരബോധത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഈ അനുഭവങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് ഈശ്വരന്മാർ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അനുഭവിക്കത്തക്ക വിധത്തിൽ ആ അനുഭൂതികളെ പ്രതീകാത്മകമായി പറഞ്ഞു തന്നിരിക്കുന്ന പ്രതീകാത്മക ഭാവങ്ങളിലൂടെ ഈശ്വരനെ വാത്സല്യബുദ്ധിയോടെ പ്രഭു എന്ന സങ്കല്പത്തിൽ, ഗുരു എന്ന സങ്കല്പത്തിൽ, സുഹൃത്തിനെ പോലെ, ഒരു രക്ഷകനെ പോലെ വ്യക്തിബോധമായി നമ്മൾ ആരാധിക്കുന്നു. കൃഷ്ണനായി, രാമനായി. ശിവപാർവതിമാർ ഭാര്യാഭർത്താക്കന്മാരാണ്. അവരുടെ വിവാഹ കഥകൾ നമ്മൾ കേൾക്കുന്നു. ലോകത്തിനെ എന്താണ് ഗൃഹസ്ഥധർമ്മം എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈശ്വരന്മാർ ഇത്തരത്തിലുള്ളതായ ലീലകൾ ആടുന്നത് എന്ന് വ്യക്തമായി പുരാണങ്ങൾ തന്നെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ യഥാർത്ഥത്തിൽ ഈശ്വരന്മാർക്ക് ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരൻ, സഹോദരി എന്നുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടോ? ബന്ധങ്ങളൊക്കെ മനുഷ്യർക്കുള്ളത്. അപ്പൊ മനുഷ്യർക്ക് അവരെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? മനുഷ്യരെ പോലെയുള്ളതായ ജീവിതധർമ്മങ്ങൾ ഈശ്വരന്മാരിൽ ആരോപിച്ച് അതിലൂടെ സ്നേഹം, ദയ, വാത്സല്യമൊക്കെ നമ്മുടെ ജീവിതത്തിലും അനുസരിക്കാനുള്ളതായ സതുപദേശങ്ങൾ നമുക്ക് പകർന്നു തരികയാണ് പുരാണകാരന്മാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സമാധി ഗുണം അതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. ചില സമയത്ത് ഈ പറയുന്ന ഋഷീശ്വരന്മാർക്ക് പോലും ത്രിഗുണാത്മികമായിരിക്കുന്ന മായയിൽപ്പെട്ട് പലതരത്തിലുള്ളതായ അപകടങ്ങളും അപജയങ്ങളും സംഭവിക്കുന്നു. വസിഷ്ഠ വിശ്വാമിത്ര ഗോത്രത്തിന്റെ കഥ ഇപ്പൊ തുടങ്ങിയതല്ല, വേദത്തിലുണ്ട്. ഈ മുറജപം ചെല്ലുന്ന സമയത്ത്, ഋഗ്വേദം ജനിക്കുന്ന സമയത്ത് അതിൽ വസിഷ്ഠനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതായ ചില വൃക്കുകൾ ചെല്ലുമ്പോൾ അത് ചൊല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് ജപിക്കുന്നവരായിരിക്കുന്ന ബ്രാഹ്മണർ ഉറക്കം വിളിച്ചു പറയും, അതിക്രാമത വിശ്വാമിത്രാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിശ്വാമിത്ര ഗോത്രത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പുറത്തു പോകുന്നു എന്ന് വെച്ചാൽ ഇവിടെ വസിഷ്ഠനെ കുറിച്ചാണ് പ്രകീർത്തിക്കുന്നത്. വിശ്വാമിത്ര ഗോത്രക്കാർക്ക് വലിയ ഇഷ്ടമാവില്ല, വേണമെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വന്നോളൂ, അല്ലാതെ ഞങ്ങൾ ചൊല്ലാതിരിക്കൊന്നും ചെയ്യാവുന്നു. കുറച്ചു കഴിഞ്ഞാലോ വിശ്വാമിത്രനെ പ്രകീർത്തിക്കുന്ന ഭാഗം വരും. അപ്പൊ പറയും അതിക്രാന്ത വസിഷ്ഠാഹ, വസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ടവരൊക്കെ പുറത്തേക്ക് പോകുന്നു. അത് സഹിക്കാനും മനസ്സിലാക്കാനും തയ്യാറുണ്ടെങ്കിൽ ഇരുന്നോട്ടെ. അതിനും ഇനി ചില സമയത്ത് പറയും അതിക്രാന്ത ഗർഭിണ്യ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയും. അതിന് കേൾക്കാൻ പാടില്ലാത്ത കൃക്കുകളുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പണ്ട് കാലത്ത് വേദം ജപിക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ ഇരുന്നിരുന്നു എന്നല്ലേ അർത്ഥം. ഇവിടെ എന്താ പറയുന്നത്? സ്ത്രീകൾ വേദം ചെല്ലാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. ഇതൊക്കെയായിരിക്കും നമ്മുടെ സംസ്കൃതി. വെറുതെ ഓരോന്ന് പറയുകയാണ്. ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ചിലപ്പോൾ ചില നിയമങ്ങൾ, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യത്തിൽ തന്നെ ഒരേ നിയമം തന്നെയാണ് ഇവിടെ. അല്ല, ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് ചില വേറെ കുറെ കാലം കഴിഞ്ഞപ്പോൾ നിയമം മാറി വന്നപ്പോൾ അത് സ്വതന്ത്രമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പണ്ട് കാലത്തൊക്കെ എന്ത് കിട്ടിയാലും അതിന്റെ കവറൊക്കെ വലിച്ച് എവിടെയാ നടക്കണേച്ചാൽ അവിടെ, എവിടെയാ പോണേച്ചാൽ അവിടെ ഇടും. ഇപ്പൊ കുറച്ചൊക്കെ ഇതിന് വേദം വന്നു തുടങ്ങി. എല്ലായിടത്തും ചില പാഴ്വസ്തുക്കൾ ഇടാനുള്ള പാത്രങ്ങളൊക്കെ വെച്ച് തുടങ്ങി. പണ്ട് കാലത്തോ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക്, അത് ചിലപ്പോൾ റോഡിലേക്കാവും, ചിലപ്പോൾ ചാറ്റിക്കാവും. ഇപ്പോഴോ കൃത്യമായി മുനിസിപ്പാലിറ്റി വരുമ്പോൾ എടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് എതിരെ സമരം ചെയ്യും നാട്ടുകാർ. ഇല്ലേ? ഇത്തരത്തിലുള്ളതായ നിയമവ്യവസ്ഥിതികളൊക്കെ മാറുന്നതിനനുസരിച്ച് പലതും മാറുകയും പുതിയ രൂപത്തിലാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നൊക്കെ സംഭവിച്ചിരുന്നു.
അപ്പോൾ വസിഷ്ഠ വിശ്വാമിത്ര ഗോത്രത്തിന്റെ കലഹത്തിന്റെ കഥ, കലഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കണ്ടു കഴിഞ്ഞാൽ വാടെടുത്ത് കുത്താൻ പോകുന്ന പരിപാടിയല്ല. ദാർശനികമായ കലഹമാണ്. വസിഷ്ഠൻ ക്രിയായോഗത്തിന്റെ വക്താവാണ്. വസിഷ്ഠൻ എല്ലാ തരത്തിലുള്ള ക്രിയകളെയും വേണ്ടതുപോലെ നിർവഹിച്ചിരുന്ന ആളാണ്. വിശ്വാമിത്രനോ ക്രിയായോഗത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളാണ്. ആ മാറ്റങ്ങളെ വസിഷ്ഠാദികൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. വസിഷ്ഠാദികൾ ചെയ്തിരുന്ന കാര്യങ്ങളെ വിശ്വാമിത്രാദികൾ പിന്തുടരാറില്ല. അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള കലഹം എന്നതിനെ വിശേഷിപ്പിച്ചത്. നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്ന തരത്തിലുള്ളതായ കലഹങ്ങളോ കലാപമോ അല്ല ആ വാക്കിന്റെ അർത്ഥം. എന്നിട്ട് അതിനെ പ്രതീകാത്മകമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ? വിശ്വോത്തരമായിരിക്കുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ കടന്നു തരുന്നത്. എല്ലാ പുരാണങ്ങളും വാഴ്ത്തുന്ന ഒരു കഥയാണ്. മഹാഭാരതത്തിലും വളരെ വിശദമായി പറയുന്ന കഥയാണ്. അത് ഹരിശ്ചന്ദ്രന്റെ കഥയാണ്. വിശ്വാമിത്രൻ, വസിഷ്ഠൻ, ഹരിശ്ചന്ദ്രൻ എന്നിങ്ങനെ 3 പേരുടെ കഥകളായി വിശാലമായി കിടക്കുന്ന ഇതിഹാസ ഭൂമിയാണ്. അപ്പോൾ അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് വ്യാസൻ പറയുന്നത് മായാതത്വത്തെ കുറിച്ചാണ്. എല്ലാം മായയാണ്. ഈ ഋഷീശ്വരന്മാര് പോലും മായയിൽ നിന്ന് മുക്തരല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? മായ എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? നമ്മളെയും ഈശ്വരഭാവത്തെയും രണ്ടാക്കി നിർത്തുന്ന യാതൊരു ശക്തിയുണ്ടോ അതിനെയാണ് മായ. അതിലേക്ക് അവസ്ഥ എന്താ? പ്രപഞ്ചമുണ്ടോ? ഇല്ല. ഒന്നിനും യാതൊരു ഭേദവും ഇല്ലാത്ത അവസ്ഥ വരും. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്ന വൈവിധ്യമില്ല. വൈവിധ്യങ്ങളും ചേർന്നതാണ് പ്രപഞ്ചം. ആ വൈവിധ്യങ്ങളുടെയും ഭാവമാണ് സൗന്ദര്യം. വൈവിധ്യങ്ങളില്ലെങ്കിൽ നിറങ്ങളുണ്ടോ? വൈവിധ്യങ്ങളില്ലെങ്കിൽ പിന്നെ സംഗീതമുണ്ടോ? ഓരോ സ്വരസ്ഥാനങ്ങളും വേറെ 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 സ്ഥാനങ്ങളിലൂടെ ചേർത്ത് പാടുമ്പോഴല്ലേ നിഷാദവും ഋഷഭവും പഞ്ചമവും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായിരിക്കുന്ന സ്വരഭാവങ്ങൾ വരുന്ന അത് രാഗങ്ങളാവുന്നു. അത് നമ്മൾ ആസ്വദിക്കുന്നു. നിറങ്ങളെ ആസ്വദിക്കും, ശില്പങ്ങൾ ആസ്വദിക്കും. അപ്പൊ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയുടെ ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നതിന് കാരണം മായയാണ്. ആ മായ ത്രിഗുണാത്മികയാണ്. സാത്വിക, രാജസ, താമസം എന്ന ഭാവം. അപ്പൊ എന്താണ് പ്രപഞ്ചം എന്ന് ചോദിക്കും. അതിന് വാദമുണ്ട്. ഈ ഋഷീശ്വരന്മാരുടെ വാദങ്ങളിൽ നമ്മൾ ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ട്. ഗൗതമർഷിയുണ്ട്, അങ്കിരസുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈ പേരുകളുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ കേൾക്കുന്നു. പക്ഷേ ഈ ഋഷീശ്വരന്മാരൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ള ദർശനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയാൽ ഈ കഥകളുടെ സംഘത്തിൽ നമുക്ക് മനസ്സിലാക്കും. പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്രിയായോഗം, തത്വചിന്തകളും. അപ്പൊ പ്രപഞ്ചം ആവിർഭവിച്ചതിനെ കുറിച്ചുള്ളതായ അനവധി തരത്തിലുള്ള തർക്കങ്ങൾ ഇന്ന് മാത്രമല്ല പണ്ടും ഉണ്ടായിരുന്നു. രസതന്ത്രജ്ഞന്മാര് പറയും പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് രസതന്ത്രം കൊണ്ടാണ്, രാസമാറ്റങ്ങളെ കൊണ്ടാണ്. അതല്ല ബയോളജിക്കൽ വ്യതിയാനങ്ങളാണ് ഇതിന്റെയൊക്കെ കാരണമെന്ന് വേറൊരു കൂട്ടർ പറയും. അതല്ല പരിണാമമാണ് എന്ന് പരിണാമവാദം പറയും. അതല്ല സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്ന ഒരു ഗോളമായിരുന്നു ഇത് എന്നും പിന്നീട് ജ്വലിച്ച് കരിഞ്ഞ് കരിക്കട്ട പിന്നെ തണുത്ത് ഐസായി, ഐസേജിന്റെ കാലം. അത് കഴിഞ്ഞ് അത് ജലമായപ്പോൾ ജലത്തിൽ അത് ജലജീവികൾ ഉണ്ടായി. ജലജീവികൾ അത് കരക്ക് കയറാൻ തുടങ്ങി. അപ്പൊ കരയിൽ വെള്ളത്തിന് ജീവിക്കുന്ന ജീവികളുണ്ടായി. കരക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇഴയാൻ തുടങ്ങി. അപ്പൊ ഇഴജന്തുക്കൾ ഉണ്ടായി. ഇഴജന്തുക്കൾ നടക്കാൻ തുടങ്ങി. അപ്പൊ നാൽക്കാലികളുണ്ടായി. നാൽക്കാലികൾ 2 കാലിൽ നടക്കാൻ തുടങ്ങി. അപ്പൊ വാലുള്ള പഴഞ്ഞന്മാരുണ്ടായി. അവരുടെ വാല് ഒഴിഞ്ഞു പോയപ്പോ മനുഷ്യരുണ്ടായി. ഇതും സൃഷ്ടി സിദ്ധാന്തമാണ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഈ സിദ്ധാന്തങ്ങളൊക്കെ പണ്ടേ പലതരത്തിലും നമ്മുടെ
ഈ പുരാണങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവാം ഈശ്വരന്മാർ ആവിഷ്കരിച്ച സിദ്ധാന്തം. ഇപ്പൊ വേദാന്തികൾ പറയുന്നു ആനന്ദാദേവിമാനുഭൂതാനി ജായന്തേ ആനന്ദം പ്രയന്തി അഭിസംവിശന്തീതി. ആനന്ദം ബ്രഹ്മേതി, ആനന്ദമാണ് ബ്രഹ്മം, ആനന്ദത്തിൽ നിന്നാണൊക്കെ ഉണ്ടായത് എന്ന അടിസ്ഥാനമാണ് വേദാന്തികളുടേതെങ്കിൽ ഈ ആനന്ദാദേവിമാനുഭൂതാനി ജായന്തേ എന്ന ഋക്ക് കിടക്കുന്നത് യജുർവേദത്തിലാണ്. അപ്പൊ അതിന്റെ പുരാതനത്വം എത്രത്തോളമുണ്ട്? അപ്പൊ ചോദിക്കാണ്, ഈശ്വരൻ എന്തിനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു. നൈയായികന്മാര് താർക്കികന്മാരാണ് ചോദ്യം ചോദിക്കുന്നവർ. ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഈശ്വരൻ ഒരു ലീലയ്ക്ക് വേണ്ടിയാണ്. ഉത്തരം ലീല, ഇത് കളി. കൊച്ചുകുട്ടികൾ കളിപ്പാട്ടങ്ങൾ നിരത്തി വെച്ച് കളിക്കുന്നത് പോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സ്വയം ആനന്ദിക്കുകയാണ്. അപ്പൊ നൈയായികന്മാരെ താർക്കികന്മാരും ചോദ്യം ചോദിക്കുകയാണ്, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആനന്ദ സ്വരൂപമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ സ്വയം ആനന്ദമായിരിക്കുന്നതായി ഈശ്വരൻ ആനന്ദിക്കാൻ വേറൊരു വസ്തുവിന്റെ ആവശ്യം വേണോ എന്നാണ്. സ്വയം ആനന്ദമായിരിക്കുന്ന ഈശ്വരൻ ആനന്ദിക്കാൻ മറ്റൊരു വസ്തുവിന്റെ ആവശ്യം എന്താ? അപ്പൊ പറയാണ്, നേരത്തെ പറഞ്ഞത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ചിരപരിചയാണ് പ്രജ്ഞാഭവതി. എപ്പോഴും ഒരുപോലെ ഇരിക്കുമ്പോ ഒന്ന് മാറാൻ തോന്നുന്നു. സ്വയം ആനന്ദമായിരിക്കുന്ന ഈശ്വരൻ ഇരിക്കുന്ന സമയത്ത് സ്വയം അവജ്ഞ വന്ന് ഈശ്വരൻ സ്വയം പരിവർത്തനം ചെയ്തു. ആ പരിവർത്തനമാണ് ഈ പ്രപഞ്ചം. ബ്രഹ്മം വികൃതമായതാണ് ഈ പ്രപഞ്ചം. അതാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിന്റെ അടിസ്ഥാന തത്വം. ഈ ദർശനങ്ങളൊന്നും പുതിയതല്ല. അതിന്റെ വ്യാഖ്യാനങ്ങൾ പലതായി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇത് വ്യാഖ്യാനിച്ച ആളുകൾ, അത് ആഴത്തിൽ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച ആളുകൾ ഗുരുക്കന്മാരായി, ആചാര്യന്മാരായി. അപ്പോൾ സ്വയം അത് മനനം ചെയ്യാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യും? അത് മനനം ചെയ്ത് അനുഭവിച്ചവരായ ആ മഹാത്മാക്കൾ സഞ്ചരിച്ച വഴിയെ അവരും സഞ്ചരിച്ചു. ഈ യുധിഷ്ഠിരൻ പറയുന്നതാണ് മഹാഭാരതത്തിൽ. ചൂത് കളിച്ച് സർവ്വതും നഷ്ടപ്പെട്ട് കാട്ടിലെത്തിയ സമയത്ത് യുധിഷ്ഠിരൻ പരിതപിക്കുന്നു. എന്തൊക്കെ കിട്ടിയത്? കൃഷ്ണന്റെ അനുഗ്രഹത്താൽ കാണ്ഡവനം ധരിപ്പിച്ച് ഇന്ദ്രപ്രസ്ഥം വരെ കിട്ടിയ ആൾക്കാരാണ്. എന്നൊക്കെ ചൂത് കളിച്ചൊക്കെ പോയി ഭാര്യയെ കൊണ്ട് കാട്ടിൽ അറിയാണ്. യുധിഷ്ഠിരൻ പറയാണ്, ഞാൻ കാരണല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിച്ചത്. ഭീമസേന എന്നോട് ക്ഷണിക്കും, ദേവന്മാരെ, അർജുന നിങ്ങൾ എന്നോട് ക്ഷണിക്കും, ദ്രൗപദി ഞാൻ കാരണം കഷ്ടപ്പെടേണ്ടി വന്നിട്ട്. ഇതിങ്ങനെ യുധിഷ്ഠിരൻ പറയാണ്. ഇത് പറയുന്ന സമയത്ത് ഭീമസേന പറയുന്നുണ്ട്, ഏട്ടാ ഒരിക്കലും ഏട്ടന്റെ കയ്യിൽ തെറ്റുമില്ല, ഞങ്ങൾക്കറിയാം അങ്ങ് ആരാണ്. കോപിക്കുമ്പോ ഞാൻ ചിലതൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ കോപം അങ്ങേക്ക് വന്നാൽ ആ കുരുവംശത്തിലെ ഒരു ആള് പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത്രയും ശക്തനാണ്. പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ശക്തനായവൻ യുധിഷ്ഠിരനാണ്. നമ്മളിവിടെ വ്യാഖ്യാനിക്കുമ്പോൾ യുധിഷ്ഠിരനെ ഒന്നിനും കൊള്ളാത്തവനായിട്ടാണ് ഇവിടെ ഓരോരുത്തർ എഴുതി കൂട്ടിയിരിക്കുന്നത്. വ്യാസൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭീമസേന പറയുന്നു, ഞങ്ങൾക്കൊക്കെ യുദ്ധം ചെയ്യണം കുരുവംശത്തിലെ ഈ പാപികളായിരിക്കുന്ന ദുര്യോധനാദികളെ വധിക്കാൻ. പക്ഷെ അങ്ങേക്കൊന്ന് കോപം വന്നാൽ മതി, അങ്ങ് കോപിക്കാതിരിക്കും. അങ്ങ് എന്ത് ചെയ്താലും ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ട്. കാരണം അങ്ങ് ചെയ്യുന്നത് ധർമ്മമായിരിക്കും. ഒരു സന്ദേഹമുണ്ട്. യുധിഷ്ഠിരനെ നിയന്ത്രിക്കുന്നത് ധർമ്മത്തിന്റെ പ്രഭാവമാണ്. നമ്മൾ പറയും, എന്തിനാ വെറുതെ ചൂത് കളിക്കാൻ പോയേ ചോദിക്കും. ഇല്ലേ, ഇതൊക്കെ ദേവീഭാഗവതത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ദേവീഭാഗവതം ആശയ സമൃദ്ധി കൊണ്ട് വളരെ എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത പുരാണമാണ് ദേവീഭാഗവതം. അത് നേരിട്ട് മഹാഭാരതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ചൂത് കളിക്കാൻ യുധിഷ്ഠിരൻ പോയത് ചൂത് കളിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല. ചൂത് കളിക്കാൻ പോയാൽ താൻ പരാജയപ്പെടുമെന്ന് വ്യക്തമായിട്ട് യുധിഷ്ഠിരന് അറിയാം, അനുജന്മാർക്കും അറിയാം. പിന്നെ എന്തിനാ പോയത്? ചൂത് കളിക്കാൻ പോയില്ലെങ്കിൽ പകരം യുദ്ധം ചെയ്യേണ്ടി വരും. അത് തന്നെ കാരണം ചൂത് കളിക്കാൻ വിളിച്ചത് ദുര്യോധനല്ല,
ധൃതരാഷ്ട്ര മഹാരാജാവാണ്. ആരെയാണ് വിളിച്ചത്? ഇന്ദ്രപ്രസ്ഥത്തിലെ ചക്രവർത്തിയെയാണ്. ഇന്ദ്രപ്രസ്ഥം പണി കഴിഞ്ഞപ്പോൾ രാജസൂയം ചെയ്ത് സകല രാജാക്കന്മാരെയും തങ്ങളുടെ സാമന്ത രാജാക്കന്മാരാക്കി ചക്രവർത്തിയായി മാറിയ യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രരെ ശക്തിയുടെ പ്രേരണയാൽ ദുര്യോധനാദികളുടെ കുബുദ്ധിയാൽ ചൂത് കളിക്കാൻ വിളിച്ചു. ചൂത് കളിക്കാൻ വിളിച്ചാൽ ചെന്നില്ലെങ്കിൽ ഈ ചക്രവർത്തി പദത്തിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അത്രയും രാജാക്കന്മാരെ അപമാനിക്കുന്നതിന് സമമാണ്. അല്ലെങ്കിൽ യുദ്ധം ചെയ്യും. ആവുന്നത്ര യുദ്ധം ഒഴിവാക്കണം എന്ന് ചിന്തിച്ചാണ് യുധിഷ്ഠിരൻ ചൂത് കളിക്കാൻ പോകുന്നത്. കള്ളക്കളി കളിച്ച് സർവ്വതും നഷ്ടപ്പെട്ടു. ഒരു ദാസി പെണ്ണിന്റെ പോലും കുടവത്തുമ്പിൽ കടന്നു പിടിച്ചിട്ടില്ലാത്ത ഭാരത രാജധാനിയുടെ മധ്യത്തിൽ വെച്ച് 5 ഉദ്ധതന്മാരും വീരന്മാരുമായിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടായിട്ടും ദ്രൗപദി എന്ന ആ പാഞ്ചാല രാജകുമാരി അപമാനിക്കപ്പെട്ടു. ദുശാസനൻ വസ്ത്രം പിടിച്ചഴിക്കുന്ന സമയത്ത് ഒരു ഗതിയുമില്ലാതെ ദ്രൗപദി ഉറക്കം കരഞ്ഞു. കാരണം തന്റെ ഭർത്താക്കന്മാര് നിസ്സഹായരാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുണ കൊണ്ട് ദ്രൗപദി ആ ഘോരമായ അപമാനത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടുവെങ്കിലും ദ്രൗപദി ഉറക്ക വിളിച്ച് ചോദിച്ചു, ഇത് ധർമ്മമാണോ? യുധിഷ്ഠിരൻ മിണ്ടാതിരുന്നതിന്റെ കാരണം എന്താ? അവിടെ മിണ്ടേണ്ട ആളുകൾ ചിലരുണ്ടായിരുന്നു. ഭീഷ്മർ, ദ്രോണർ. ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്നതാരാ? സ്വന്തം വലിയച്ഛൻ, കണ്ണു കാണാത്ത ധൃതരാഷ്ട്രൻ. കാരണവന്മാര് മിണ്ടേണ്ട സ്ഥലത്ത് മിണ്ടാതിരുന്നപ്പോൾ സത്യത്തിൽ യുധിഷ്ഠിരന്റെ കണ്ഠമിടറി പോയി. ആരാണ് തടുക്കേണ്ടത്? അത് തടുത്തില്ല. ഭീഷ്മർ പറഞ്ഞത് എന്താ? ബലം ബലവതാം ധർമ്മം. അത് ആപ്തവാക്യമല്ല, ഭീഷ്മർ കളിയാക്കി പറഞ്ഞതാണ്. ബലമുള്ളവരുടെ ബലമാണ് ധർമ്മം. ഇവിടെ ദുര്യോധനാദികൾക്കാണ് ഇപ്പൊ ബലം. അവരതിനെ ധർമ്മമായി കണ്ടിട്ടാണ് ഈ മഹാപാപങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഉപദേശിച്ചു ദുര്യോധനാദികൾ. എന്നിട്ടാണ് കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. കാട്ടിലറിയുന്ന സമയത്ത് യുധിഷ്ഠിരൻ ഇതിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ഭീമസേനൻ പറഞ്ഞ വാചകമാണ്, ഞങ്ങൾ എപ്പോഴും അങ്ങയോടൊപ്പം ഉണ്ട്, അങ്ങയെ അനുസരിച്ചുകൊണ്ട്. ഞങ്ങൾക്കറിയാം അങ്ങയുടെ ശക്തി എന്താണ്. ആ സമയത്താണ് ആ അരണ്യത്തിൽ ലോകശമഹിഷിയുടെ ആശ്രമത്തിലെ ഒരു മരത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ടിരുന്നതായ ഒരു അരണി, ഒരു കലമാൻ വന്നിട്ട് തന്റെ കഴുത്തിങ്ങനെ ആ മരത്തിൽ നിന്ന് ഉരച്ചു. ഒരൊറ്റ സമയത്ത് ഈ അരണി ഈ കലമാനിന്റെ കൊമ്പിൽ കൂടി. ആ മാനോടി. ഋഷീശ്വരന്മാരൊക്കെ പറഞ്ഞു, അയ്യോ നമ്മുടെ അരണി കൊണ്ടുപോകുന്നു. അരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗത്തിന് അഗ്നി ഉണ്ടാക്കുന്നതായ ഉപകരണമാണ്. ഇത് വാനപ്രസ്ഥന്മാരുടെ ധർമ്മത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അഗ്നി സൂക്ഷിക്കാൻ പാടില്ല. വാനപ്രസ്ഥന്മാര് കാട്ടിൽ കഴിയുന്നവരെ അഗ്നി സൂക്ഷിക്കാൻ പാടില്ല. അപ്പൊ എന്ത് വേണം? എന്നും അവർക്ക് ക്രിയ ചെയ്യണമെങ്കിൽ എന്നും അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കണം. എന്നും ക്രിയ ചെയ്യേണ്ട കാര്യമില്ല വാനപ്രസ്ഥന്മാർ. കൃഷ്ണപക്ഷം, ശുക്ലപക്ഷം എന്നിവയിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾക്ക് മാത്രമാണ് അവർക്ക് ക്രിയ ചെയ്യുന്നത്. ആ ക്രിയ ചെയ്യുമ്പോൾ ഈ അരണി വേണം. വാനപ്രസ്ഥന്മാരെ അഗ്നി സൂക്ഷിക്കാൻ പാടില്ല എന്നത് പ്രായോഗികമായിരിക്കുന്ന സിദ്ധാന്തമാണ്. അല്ലേ? കാട്ടിൽ അഗ്നി സൂക്ഷിച്ചാൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ അരണിയുമായി മാൻ പോയ സമയത്ത് നിങ്ങൾ എന്റെ ഒപ്പം തന്നെ ഉണ്ടോ? കൂടെ കൂട്ടം തന്നെ. അരണിയുടെ പിന്നാലെ ഈ പാണ്ഡവരോടി. യുധിഷ്ഠിരനും ഭീമസേനും നകുല സഹദേവന്മാരും അർജുനനും ഓടി. കാടിന്റെ കുറെ ദൂരം ഉള്ളിലേക്ക് അരണി അവർക്ക് കൈ കിട്ടിയില്ല, മാനിനെ കിട്ടിയില്ല. മാൻ പോയി മറന്നു. ഒരിടത്ത് വീട് കിട്ടി അരണി.
ഇവരഞ്ചുപേരും തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് വല്ലാത്ത ദാഹം. അപ്പൊ പറഞ്ഞു, സഹദേവ, നീ ഇവിടെ എത്തിയെങ്കിലും വെള്ളം കുടിക്കുന്നു. നദിയുടെ ഒരു മരത്തിന്റെ കൊണ്ട് കയറിയിട്ട് പറഞ്ഞു, ദൂരെ അവിടെ തടാകം കാണുന്നു. സഹദേവൻ അവിടെ ഇരിക്കുന്നു. തടാകത്തിന് നല്ല തെളിഞ്ഞ വെള്ളം കണ്ടപ്പോൾ സഹദേവൻ ഓടിച്ചെന്ന് കുടിക്കാനായിട്ട് വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തതും ഒരു അശരീരിയുണ്ടായി, ഇത് കുടിക്കരുത്, ഇതിന്റെ കാവൽക്കാരനാണ് ഞാൻ, നീ ഇത് കുടിച്ചാൽ അപ്പം തന്നെ മരിച്ചു വീഴും, നിനക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഇത് കേട്ടപ്പോൾ സഹദേവൻ അത്ര കാര്യമാക്കിയില്ല. ആരും പറ്റിക്കാൻ വേണ്ടി പറയുകയാണ്, വെള്ളം കുടിച്ച് ആരെങ്കിലും കുടിക്കൂ, എനിക്ക് ദാഹിച്ച് തൊണ്ടമുട്ടുകയാണ്, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയാം, ആദ്യം ഞാൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞു സഹദേവൻ വെള്ളം കുടിച്ച് അപ്പം തന്നെ മരിച്ചു. പിന്നാലെ വന്ന നകുലനും വെള്ളം കുടിച്ച് അപ്പം തന്നെ മരിച്ചു. ഓരോരുത്തരും വരുമ്പോഴും എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ എന്നാണ് യക്ഷൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അർജുനനും മരിച്ചു, ഭീമസേനനും മരിച്ചു. പിന്നാലെ വരുന്നത് യുധിഷ്ഠിരൻ തന്റെ അനുജന്മാരെ തേടി തടാകത്തിന്റെ തീരത്തെത്തി. യുധിഷ്ഠിരൻ അനുജന്മാർ മരിച്ചു കിടക്കുന്നത് പൊട്ടിക്കരയാണ്. പക്ഷെ കരയാൻ പോലും ശക്തനല്ല. അത്രയും ദാഹം, കടുത്ത ദാഹം. ദുര്യോധനൻ അപ്പൊ ചിന്തിക്കുന്നത് ഇത് എന്താണ്? സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെയൊരു ദാഹം വരാൻ പാടില്ലാത്തതാണ്. ഇതെന്തോ വല്ലാത്ത ദാഹം. യുധിഷ്ഠിരൻ വേഗം വെള്ളം കുടിക്കാനായി ചെന്നപ്പോ മറ്റുള്ളവരോട് പറഞ്ഞ അതേ വാക്കുകൾ യക്ഷനുള്ള പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ തടാകം എന്റേതാണ്, ഇതിൽ നിന്ന് വെള്ളം കുടിക്കാൻ നോക്കിയ നിന്റെ അനുജന്മാരൊക്കെ മരിച്ചു കിടക്കേ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ വെള്ളം കുടിച്ചാൽ നീയും മരിക്കും. യുധിഷ്ഠിരൻ വേഗം നിയന്ത്രിച്ചു. അതാണ് യുധിഷ്ഠിരൻ. നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് യുധിഷ്ഠിരൻ. ഭീമസേനോ അർജുനനോ പോലും പറ്റാത്തത്, എന്തിനെ ഭീഷ്മ ദ്രോണാദികൾക്ക് പോലും പറ്റാത്ത നിയന്ത്രണമാണ് യുധിഷ്ഠിരൻ. അതാണ് യുധിഷ്ഠിരന്റെ മഹത്വം എന്ന് പറയുന്നത്. നിയന്ത്രിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് ചോദിക്കും, ഉത്തരം പറയാമെന്ന് ഞാൻ വാക്ക് തരുന്നില്ല, എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറയാം. അങ്ങനെ യക്ഷൻ ചോദ്യങ്ങൾ ചോദിച്ചു. 100 ചോദ്യങ്ങളാണ് ചോദിച്ചത്. വളരെ പ്രസക്തമായ 100 ചോദ്യം. അതിൽ 2 ചോദ്യങ്ങൾ ഞാനിവിടെ എടുത്ത് പറയാം. അതാണ് നമ്മുടെ പ്രകടനം. ഒരു ചോദ്യം, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? എന്താ ചോദ്യം? ഒന്നുകൂടി പറയും. അതിന് യുധിഷ്ഠിരൻ ഉത്തരം പറയുകയാണ്, അഹന്യഹന്യ ഭൂതാനി പ്രൈശന്തി യമാലയം ശേഷാവരണിച്ചന്തി കിം അത്ഭുതമനന്തരം. ഓരോ നിമിഷവും എത്രയെത്ര ജീവജാലങ്ങൾ കാലന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ശേഷിച്ചുള്ളവരുടെ വിചാരം ഞങ്ങളുടെ സ്ഥിരരാണ് എന്ന് വിചാരിച്ചവർ ജീവിച്ചുകൊണ്ടിരിക്കും. ഇതിലേക്ക് അത്ഭുതത്താണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളാണ്. നമ്മളൊക്കെ അറിയാൻ പറ്റും. മരിക്കാത്ത ആരെങ്കിലും നമുക്ക് വ്യക്തമായി ബോധമുള്ളൊരു കാര്യമാണ്, തീർച്ചയുള്ളൊരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ സുഖമായി ചോദിക്കുക, ആരെങ്കിലും പാപം എന്നാലും കുറച്ച് കാലത്തിൽ അവർ വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞു. ഇതിപ്പോ അത്ഭുതം എന്താണെന്നാണ് ചോദിക്കുന്നത്. മരണം അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടേതാണെങ്കിൽ കൂടിയും നമ്മൾ അതൊക്കെ പ്രകടമാക്കണം. അല്ലേ? മരിച്ചു, വാർത്തടിച്ച് നിലവിളിച്ചു, ചിതയിലേക്ക് തെറ്റിപ്പിക്കും. എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത്? ആ ഉണ്ടായതിന്റെ തിരിച്ചതുപോലെയുള്ളൊരു വിഘടനമാണ് സംസ്കാരത്തിൻ്റെ. അമ്മയുടെ ഗർഭപാത്രത്തിലെ ആനന്ദമാകുന്നതായ ആകാശം, അതിൽ പിന്നെ ജലം,
ആ ഗർഭാശയ ജലത്തിൽ അങ്ങനെ ഒഴുകി ഒഴുകി ആ വായു സ്വീകരിച്ച് ചർമ്മമായി അവിടെ നിന്ന് പുറത്തേക്ക് ഗന്ധമായി ഭൂമി തത്വമായി ഭൂമിയെ സ്പർശിച്ചു. മരിച്ചു കഴിഞ്ഞാൽ ഇതിന് നേരെ ആദ്യം ഭൂമിയിലേക്ക് ഇറക്കില്ല, പിന്നെ വെള്ളം ഒഴിച്ചു, പിന്നെ നേരെ ഒരു തോണിയൊക്കെ ഉണ്ടാകും, എന്നിട്ട് എടുത്തു കൊടുക്കും, എന്നിട്ടാണ് നേരെ ചിലയിൽ കൊടുക്കും, അഗ്നിക്ക് ദീപം വായു അഗ്നി കത്തി 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 കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പൊട്ട് കൊടുക്കും. ഞങ്ങൾക്കൊക്കെ അപ്പോൾ ഒരു ക്രിയയുണ്ട്, നെഞ്ചുകൂട് കൊണ്ടുക എന്ന് പറയും. അതാണ് ഹൃദയാകാശം കൊണ്ടുള്ളത്. അതുകൊണ്ട് ആകാശത്തേക്ക് ഈ ശരീരമില്ല ഉണ്ടാവും. പഞ്ചഭൂതാത്മകമായ ശരീരം പഞ്ചത്വം പ്രാപ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. 5 മഞ്ചിലേക്ക് വിലയിച്ചു. ഇനി ബാക്കിയുള്ളത് എന്താ? സൂക്ഷ്മദേഹം. അതെവിടേക്കാണ് പോയത്? അതിനുണ്ട് ഒരു കുടമെടുത്ത് ഇങ്ങനെ നടക്കും. ഒരു കൊത്തു കൊത്തു, 2 കൊത്തു കൊത്തു, 3 കൊത്തു കൊത്തു, വെള്ളം ഇങ്ങനെ പോകും. എന്നിട്ട് ആ കുടത്തിലേക്ക് ഒരു കുട മുറി, അതിലൊരു കുടത്തിൻ്റെ മുറി വെള്ളം ഒഴിച്ചു. ബാക്കിയുള്ള ശേഷജലം, ആ ശേഷജലം ഏതെങ്കിലും ഇലകളിലേക്ക് നയിക്കും. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ആ ഇലകണങ്ങളിലേക്ക് ശേഷിച്ച ജീവാംശം. ഇലകണമോ ഓഷധിയാണ്, ഓഷധിനാഥനോ ചന്ദ്രനാണ്. സോമനീയമായി ആ ഇലകണത്തിലെ ജീവാംശം വരുന്നു. സോമനിലേക്ക് പോയി ചന്ദ്ര കിരണങ്ങളിലൂടെ അതിനെ സൂര്യലോകത്തേക്ക് പോയി. സൂര്യകിരണങ്ങളിൽ നിന്ന് സൂര്യൻ സർവത്തിൻ്റെയും ഊർജശക്തിയാണ്, അതിന് ഊർജമാണ്. ആ ലോകത്തങ്ങനെ ഊർജ കണമായി കഴിയുന്നു. അതാണ് അര്യമാവിന്റെ ലോകം, പിതൃലോകം. അവിടെയൊക്കെ എല്ലാവർക്കും ഒരേ രൂപം, ഒരേ ഭാവം, ഒരേ ജാതി, ഒരേ മതം. ആ ഊർജഗണങ്ങൾ പിന്നീട് ആ സൂര്യന്റെ ഊർജഗണങ്ങളിലെ പ്രകൃതിയിലേക്ക് തന്നെ എത്തുന്നു. പ്രകൃതിയിലെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. ആ വിത്തുകളിലേക്ക് ആ ഊർജഗണങ്ങൾ പോകുന്നു. ആ വിത്തുകൾ മരമാകുന്നു, മരത്തിൽ ഫലമാകുന്നു. ആ ഫലം ഏതെങ്കിലും ജീവജാലങ്ങളിലേക്ക് അവയുടെ ശരീരത്തിന്റെ ഭാഗമാകുന്നു. ആ ജീവജാലങ്ങളുടെ ഗർഭാശയത്തിൽ ഇതുപോലെ ആനന്ദകരികയായി അനവധി ഊർജഗണങ്ങളോടൊപ്പം ചേർന്ന് അതും ചേരും. അത് കഴിഞ്ഞ് അതും ചിലപ്പോൾ പക്ഷിയായി, പക്ഷിക്കുഞ്ഞായി, അല്ലെങ്കിൽ ചിലപ്പോൾ എലിയായി, പൂച്ചയായി, കാക്കയായി, സിംഹമായി, ആനയായി, ഒട്ടകമായി, ഏതോ മനുഷ്യൻ കഴിക്കുന്ന അന്നത്തിലൂടെ മനുഷ്യ ശരീരത്തിലെ ഊർജമായി, മനുഷ്യന്റെ ഗർഭാശയത്തിലൂടെ ആനന്ദകരികയായി വീണ്ടും മനുഷ്യനായി. ഇത് പ്രകൃതിയല്ലേ? അതെ, കണ്ണു തുറന്നാൽ കാണാവുന്ന കാര്യമല്ലേ? ഇതിൽ വല്ല രഹസ്യമുണ്ടോ? പക്ഷേ ഇത് രഹസ്യമാകുന്നത് എപ്പോഴാണ്? നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നിടത്തോളം ഇത് രഹസ്യം. നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാലോ അത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന മഹത്തരമായ ആഹ്വാനം. അതുകൊണ്ടാണ് അത്ഭുതം എന്ന് വിശേഷിപ്പിച്ച് ലോകം ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ മരണത്തെ വിശേഷിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനനത്തെ വിശേഷിപ്പിക്കാൻ എന്താ? ജനിച്ചു. പിന്നെ സംസ്കൃതത്തിലൊക്കെ പറയണമെങ്കിൽ ഭൂജാതനായി എന്നൊക്കെ പറയും. മരണത്തെ വിശേഷിപ്പിക്കുന്നതോ അവർ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിനനുസരിച്ചാണ് മരണത്തെ വിശേഷിപ്പിക്കുന്നത്. ചരമം പ്രാപിച്ചു, വിദ്യാധനൻ, തീപ്പെട്ടു, സ്വർഗം പൂക്കി, കാലം ചെയ്തു, ശേഷം ചെയ്തു, മരിച്ചുപോയി. ഇത് പ്രാധാന്യമില്ലാത്ത ആളുകളൊക്കെയാണെങ്കിൽ പോയില്ലോ, തട്ടിപ്പോയി, വടിയായി, ചത്തുപോയി. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പറയും റേഞ്ച് പോയി. എങ്ങനെ ജീവിച്ചു എന്നതിനനുസരിച്ചാണ് ഒരാളുടെ മരണത്തെ ജീവിച്ചത്. സത്യത്തിൽ മരണം പ്രസക്തമാവുന്നത് എങ്ങനെയാണ്? ജീവിതം പ്രസക്തമാവുന്നത്. ജീവിതം പ്രസക്തമാവുന്നത് എങ്ങനെയാണ്? ഞാൻ ജീവിക്കുന്നു എന്ന ബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ. ആ ബോധം നമ്മിൽ ഉണരണമെങ്കിൽ എന്ത് വേണം?
നാം ജീവിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചുറ്റും ജീവിതങ്ങളുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാകും. ആ ചുറ്റുമുള്ള ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്നതായ വിവേകം നമുക്കുണ്ടാകും. ഒരു ചോദ്യവും ഒരു ഉത്തരവും സാരമാണ്. പിന്നത്തെ ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതായ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിലേക്കുള്ള വഴി ഏതാണ്? ഏതാണ് മാർഗം? അപ്പൊ ഉത്തരം പറയുകയാണെങ്കിൽ തത്വോ പ്രതിഷ്ഠശ്രുതയോ ഭിന്ന നൈകോ ഋഷിയസ്യ മതം പ്രമാണം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗതഃ പന്ഥാ. എന്റെ ചോദിച്ചു, കൃഷ്ണൻ എട്ടാമത്തെയാണോ ഒമ്പതാമത്തെയാണോ? കുറച്ചുപേര് എട്ടാമത്തെയാണെന്ന് പറഞ്ഞു, കുറച്ചുപേര് ഒമ്പതാമത്തെയാണെന്ന് പറഞ്ഞു, കുറച്ചുപേര് 10ൽ ബുദ്ധനുണ്ടെന്ന് പറഞ്ഞു, കുറച്ചുപേര് മഹാത്മാഗാന്ധിയെയാണ് 10ാമത്തെ അവതാരമായിട്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാണ് ശ്ലോകം. ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് 10ാമത്തെ അവതാരത്തെ ഗാന്ധിജിയായി ഗാന്ധിജി 10ാമത്തെ അവതാരമാണ്. നമുക്ക് അത്ഭുതം തോന്നുന്ന മഹത്തുക്കളെയൊക്കെ അങ്ങനെ 10ാമത്തെ അവതാരമായിട്ട് സത്യസായി ബാബയുടെ അവതാരം 10ാമത്തെ അവതാരമായിട്ട് കാണുന്നുണ്ട്. മാതാപിതാക്കളെ 10ാമത്തെ അവതാരമായി കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട്? അതാണ് ഇതിന്റെ ഉത്തരം. തത്വോ പ്രതിഷ്ഠസ്തുതയോ വിഭിന്നാഃ. തർക്കം അപ്രതിഷ്ഠ എവിടെയും അവസാനിക്കുന്നില്ല. തർക്കം അവസാനിക്കുന്നു. തർക്കം എപ്പോഴും തർക്കിച്ചുകൊണ്ടേ, തർക്കം ഒരിക്കലും അവസാനിക്കുന്നില്ല. ബ്രഹ്മത്തെ കുറിച്ച്, ജീവനെ കുറിച്ച്, ജീവൻ ബ്രഹ്മത്തിന്റെ അംശമാണെന്ന് പറയുന്നു, ചിലരല്ല ജീവൻ വേറെയാണെന്ന് പറയുന്നു, ഓരോരുത്തർക്കും ഓരോ ജീവാത്മാവുണ്ട് എന്ന് പറയുന്നു. അല്ല, ഒരേ ഒരു ജീവാത്മാവ് അത് പരമാത്മാവാണ്, അത് പ്രതിബിംബാത്മകമാണ്. ഇങ്ങനെയൊക്കെയുള്ള അനവധി തരത്തിലുള്ളതായ തർക്കങ്ങളും വിതർക്കങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് അപ്രതിഷ്ഠങ്ങളാണ്, ഒരിക്കലും നിലയ്ക്കുന്നില്ല. ശ്രുതയോ വിഭിന്നാഃ. ശ്രുതികളോ വിഭിന്ന തരത്തിലുള്ളതായ ശ്രുതികളുണ്ട്. വിഭിന്നങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളോടുകൂടി ശ്രുതികളുണ്ട്, ആശയങ്ങളോടുകൂടി ശ്രുതികളുണ്ട്. നൈകോ ഋഷിയസ്യ മതം പ്രമാണം. ഏതെങ്കിലും ഒരു ഋഷീശ്വരന്റെ അഭിപ്രായം എടുത്തിട്ട് ഇതാണ് ശരി എന്ന് പറയാൻ സാധിക്കുമോ? ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിന്റെ തത്വം ഗുഹകളിൽ ഒളിച്ചിരിക്കുക എന്ന് വെച്ചാൽ ഏതാ ഗുഹ? അവരവരുടെ ഹൃദയ ഗുഹകളിൽ ഒളിച്ചിരിക്കുക ധർമ്മം. ആ ഗുഹകളിൽ അന്വേഷിച്ചു പോയവരാണ് ആത്മാന്വേഷികളായ ഋഷീശ്വരന്മാർ. അതുകൊണ്ട് നമ്മുടെ വഴി ഏതാ? ആ ആത്മാന്വേഷികളായ ഋഷീശ്വരന്മാർ, ധർമ്മതത്വം ഒളിച്ചിരിക്കുന്ന ഗുഹകളിൽ തപം ചെയ്ത ഋഷീശ്വരന്മാർ ഏത് വഴികളിലൂടെ പോയോ മഹാജനോയേന ഗതഃ പന്ഥാ. അതാണ് നമ്മുടെ ഈ വഴി. അപ്പൊ അതിലേക്കുള്ള വഴി ഏതാ? ഇതാ. ഒരു വഴി കൂടെ പോയി അത് മാത്രം ശരിയെന്നല്ല അർത്ഥം. അനവധി വഴികളുണ്ട്. എല്ലാ വഴികളും ഒരിടത്തേക്കുള്ളത്. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരോ ഗോവിന്ദം പ്രതിഗച്ഛതി. ആകാശത്തിൽ നിന്ന് വീഴുന്നതായ ജലബിന്ദുക്കൾ മഹാസാഗരത്തിലേക്ക് നദികളായി ഒഴുകിച്ചേരുന്നത് പോലെ ഏത് നമസ്കാരം ആ പരമാത്മാവിലേക്കുള്ളതാണ്. ഇതാണ് പരമമായ തത്വം. അപ്പൊ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളുണ്ട്, പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ശരി, അത് മാത്രമാണ് ശരി എന്ന് കഴിച്ചു തൂങ്ങിക്കിടക്കരുത്. എല്ലാം ശരികളാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എല്ലാറ്റിനെയും നിരീക്ഷണ ബുദ്ധിയോടെ സമീപിക്കണം. മുൻവിധികളോടുകൂടി സമീപിക്കാതിരിക്കുക. അതാണ് പ്രധാനം. മുൻവിധികളാണ് കുഴപ്പം. ഞാനൊരു തരത്തിൽ പോലെ പ്രഭാഷണത്തിൽ എന്നെ കുറിച്ച് രാമായണ പ്രഭാഷണത്തിനാണ്, കുടുംബസംഘമാണ്. ഞാൻ വേറെ കുറച്ച് നേരത്തെ കാര്യമല്ലോ വിചാരിച്ച് പോയി. ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്.
പുരുഷന്മാരൊക്കെ അവിടെ ഇങ്ങനെ അപ്പുറത്തിങ്ങനെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ രാമായണത്തെ കുറിച്ച് പറയാൻ പറ്റും. പലതരത്തിലുള്ള രാമായണങ്ങളുണ്ട്. അധ്യാത്മ രാമായണം, ഭക്തി രാമായണം, നന്ദരാമായണം, കൃതിവാസ രാമായണം, ഗൗരവേ രാമായണം, ഇങ്ങനെ അനവധി രാമായണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാമായണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം രാമഗീതയെ കുറിച്ച് പറഞ്ഞു. അധ്യാത്മ രാമായണത്തിലെ രാമഗീതയുടെ ലക്ഷ്മണന് ശ്രീരാമൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് രാമഗീത. ഇതിനെ ഉത്തരകാണ്ഡം വായിക്കാതെ പുസ്തകം മടക്കി വെച്ചാൽ രാമഗീത എന്ന് മനസ്സിലായില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്ത്രീ ചാടിയിട്ട്, അതെ തിരുമേനി പറഞ്ഞതൊന്നും ചെയ്യാൻ അതെ തിരുമേനി പറഞ്ഞതൊന്നും ശരിയല്ല. മനസ്സിലായോ? ഞാൻ എന്താ കുഴപ്പം പറഞ്ഞു? അതല്ല, എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത മാത്രമേ ചെയ്യുള്ളൂ, ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ മതി. ഇതെന്തിനാ ഞാൻ രാമന്റെ കഥ കേൾക്കണേ? ഭഗവത്ഗീത മാത്രം മതി, വേറൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്നൊരു ഗുരുനാഥൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭഗവത്ഗീതയിൽ എല്ലാം ഉണ്ട് എന്ന ഭഗവത്ഗീതയുടെ മഹത്വം പറയാൻ പറഞ്ഞതല്ലേ? അത് പക്ഷെ മനസ്സിലാക്കാതെ ആ സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അപ്പൊ പലർക്കും പറ്റുന്ന അബദ്ധം എന്താണ്? ഞാൻ പറഞ്ഞു മനസ്സിലായി. ഞാൻ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്ത ഗുരുനാഥനെ ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കിയതിനുള്ള കുഴപ്പമല്ലേ ഇത്? അപ്പൊ ഒന്ന് മാത്രം ശരി എന്ന ഹരിച്ചു തൂങ്ങിക്കിടക്കൽ നമ്മുടെ വ്യാസചിന്തയില്ല. അതുകൊണ്ടാണ് വ്യാസൻ ശിവപുരാണം എഴുതിയപ്പോൾ ശിവനാണ് പരമാത്മാവ്, വിഷ്ണുപുരാണം എഴുതിയപ്പോൾ വിഷ്ണുവാണ് പരമാത്മാവ്. എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതുകയല്ല ചെയ്തിരിക്കുന്നത്, അത് വേറെ കാര്യം. ഇപ്പോഴും അവിടെയാണ് കുഴപ്പം. നമ്മുടെയൊക്കെ കുഴപ്പമാണ് ഇതൊക്കെ. ഇങ്ങനെ നമ്മൾ ഇന്നത്തെ കാലത്തെ കുറെ സാഹിത്യകാരന്മാര് ബഷീർ ഫാത്തിമയുടെ ആട് എഴുതിയ പോലെ വ്യാസഭഗവാൻ ഇതിന് എഴുതിയുണ്ടാക്കിയത് അവിടെ വിചാരിച്ചിട്ട് ഇതിന്റെ ചരിത്രം അന്വേഷിച്ച് പോയിട്ടാണ് പലരും 6-ാം നൂറ്റാണ്ടിൽ 8-ാം നൂറ്റാണ്ടിലെ കണക്കൊക്കെ എടുത്ത് വ്യാഖ്യാനം എടുത്ത് പഠനം എടുത്തിട്ട് പഠനം ചെയ്ത് റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് നേടുന്നത്. കുഴപ്പമല്ല. ഇത് ശ്രുതിയാണ്, മൊഴികളാണ്, കഥാപ്രവചനങ്ങളാണ്. ആ കഥാപ്രവചനം തന്നെയല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം വൃത്തിയായി മറ്റൊരാൾ അവിടെ ഇരുന്ന് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ, ആ എഴുതിയെടുക്കുന്നത് നാളെ ഒരു പുസ്തകമായിട്ടുണ്ടെങ്കിൽ അത് ഈ പുരാണമായി മാറും. ഇല്ലേ? അത്രയും പുരാണങ്ങൾ രൂപപ്പെട്ടു വന്നത് അങ്ങനെയാണ്. ആ പുരാണങ്ങളിലുള്ളത് എന്താണ്? കേൾക്കുന്നവരുടെ മനസ്സിലുള്ളതായ ശങ്കകളെ തീർക്കുന്ന വിധത്തിൽ ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങളെയും ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെയും ആ ദേശത്തിന്റെ സംസ്കൃതിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കഥാകാരന്മാരെ സംബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നെരൂൾ അയ്യപ്പൻ എന്ന് ഞാൻ പറയും. അല്ലേ? മറ്റൊരു ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിലോ ഞാൻ ആ ക്ഷേത്ര ദേവതയുമായി ബന്ധപ്പെടുത്തി ഉദാഹരിക്കും. ഏത് ദേശം കാശിയിൽ വെച്ച് കഥ പറഞ്ഞു എങ്കിൽ കാശിയുടെ മഹത്വം അവിടെ ഉണ്ടാവും ആ കഥകളിൽ. മധുരയുടെ പുണ്യതമായിരിക്കുന്ന തീർത്ഥഘട്ടത്തിൽ വെച്ചാണ് കഥ പറഞ്ഞതെങ്കിൽ മധുരാപുരി എന്ന നഗരത്തിന്റെ മഹത്വം അത് പറയും. ഇതൊക്കെ സ്വാഭാവികം. അപ്പോൾ ഋഷീശ്വരന്മാർ തമ്മിൽ നടന്നത് കലഹം എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള കലഹമല്ല, ആശയപരമായ ബുദ്ധിപരമായിരിക്കുന്ന കലഹത്തെയാണ് അവിടെ പ്രതീകാത്മകമായി കഥകളായി നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കേട്ടിട്ട് വേണം ഇനി പറയുന്ന കഥയല്ല. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ശങ്കകൾ തീരുകയില്ല. അല്ലെങ്കിൽ ശങ്കകൾ തീരില്ല. ശങ്കകൾ തീർന്നെങ്കിൽ പിന്നെ അന്ന് നമ്മൾ കഴിഞ്ഞിട്ടില്ലേ? ശങ്കയുണ്ടാവണം. ആ ശങ്കകളിൽ ഒരു സൗന്ദര്യം ഉണ്ടാവണം. സംശയം ചോദിക്കുമ്പോൾ ജനമേജൻ ഓരോ സംശയം ചോദിക്കുമ്പോഴും വ്യാസൻ അഭിനന്ദിക്കും. ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ പരീക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ശ്രീശുരൻ ആ ചോദ്യത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് കഥ തുടരുന്നത്. കാരണം എന്താ? ആ ചോദ്യത്തിൽ ഒരു സൗന്ദര്യമുണ്ട്.
അതിലൊരു സ്നേഹമുണ്ട്, അതിലൊരു സമാദരണമുണ്ട്. പക്ഷെ ഇന്ന് നടക്കുന്നതായ സംവാദങ്ങൾ, ഇത്തരത്തിലുള്ളതായ സമാദരണങ്ങളോടുകൂടിയ സംവാദങ്ങളെല്ലാം ഒരു ചോദ്യത്തിന് മറുചോദ്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ചോദ്യം ചോദിച്ച ആളെ കീഴ്പ്പെടുത്തി ഞാൻ പറഞ്ഞത് ശരിയെന്ന് സ്ഥാപിക്കണം എന്ന രീതിയിലുള്ള സംവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നത്. നല്ല സംവാദങ്ങൾ ഉണ്ടാവണം. എൻ്റെ ഇല്ലത്തെ മുറ്റത്ത് എല്ലാ വർഷവും 10 ദിവസം നീണ്ടു നിൽക്കുന്ന സംവാദങ്ങൾ ഉണ്ടാവണം. നിരീശ്വരവാദികളുണ്ടാവും, സന്യാസിമാരുണ്ടാവും, രാഷ്ട്രീയത്തിലെ എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലെ ആളുകളും ഉണ്ടാവും. എല്ലാവരും അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരും കൂടി വന്നിരുന്ന് തെക്കണി ചെയ്ത് ഒരുമിച്ച് നൂതിലെടുത്തിട്ടാണ് ചെയ്യുക. സന്തോഷത്തോട് എനിക്കിപ്പോഴും ആ രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സംസ്കൃതിയിൽ നിന്ന് ഇന്ന് യൂട്യൂബിലൂടെയും മറ്റും കാണുന്ന സംവാദങ്ങളും പല സ്ഥലത്തും ഓരോരുത്തരും യുക്തിവാദികളും ഈശ്വരവാദികളും ഒക്കെ കൂടി നടത്തുന്ന സംവാദങ്ങളൊക്കെ കാണുമ്പോൾ കഷ്ടം തോന്നും. സംവാദങ്ങൾ എന്തിനു വേണ്ടിയാവണം? ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതാണ്, അറിവിന്റെ പുതിയ പുതിയ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അതായിരുന്നു നമ്മുടെ പൂർവികരുടെ സംവാദങ്ങൾ. അതിന് കാരണമായ ചില സംഭവങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ജനവേദ്യൻ ചോദിക്കുന്ന എന്തിനു വേണ്ടിയാണ് വിശ്വാമിത്രനും വസിഷ്ഠനും പരസ്പരം കലഹിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തെ ഒരു കഥയാക്കി പറയുകയാണ്. ഹരിശ്ചന്ദ്രൻ എന്ന മഹാരാജൻ, അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരിക്കുക, വളരെയധികം വിഷമിച്ചു. അപുത്രസ്യ ഗതിർനാസ്തികി എന്നൊക്കെയാണല്ലേ പ്രമാണം എന്നൊക്കെ ചോദിച്ച് ഇദ്ദേഹം വസിഷ്ഠന്റെ അടുത്ത് എന്നും കരച്ചിലാണ്. അപുത്രസ്യ ഗതിർനാസ്തി എന്ന് പറഞ്ഞ പുത്രമില്ലാത്തവർക്ക് ഗതിയുണ്ടാക്കി. ഇന്ന് നേരത്തെ ദേവിഭാഗവതം പറഞ്ഞു തന്നതാണ് നമുക്ക്. എന്നാ പിന്നെ പുത്രന്മാരുള്ളവർക്കൊക്കെ സ്വന്തം കിട്ടും. അങ്ങനെയല്ല, സന്താനം എന്ന് പറഞ്ഞാൽ ശുഭമാണ്, ദുഃഖമാണ്. സ്വന്തം അച്ഛനമ്മമാർക്ക് ദുഃഖം കൊടുക്കാത്ത ഏതെങ്കിലും മക്കളുണ്ടല്ലോ? ആദ്യമായി നുണ പറഞ്ഞ് ജയിച്ചു എന്ന വീരഭാവം അമ്മയുടെ അടുത്താണ് കാണിച്ചത്. അമ്മയെ പറ്റിച്ചു. അമ്മയെ പറ്റിക്കാത്ത മക്കളുണ്ടോ? അവർക്ക് തുടങ്ങുന്നു നമ്മുടെ പക്വത. എടുത്തു വെച്ച പാത്രം മാറ്റി വയ്ക്കുക, അമ്മ കാണാതെ അമ്മ സൂക്ഷിച്ചു വെച്ചതായ മല്ലിപ്പൊടിയുടെ പെട്ടിയിൽ നിന്ന് ചുരുട്ടി വെച്ച നോട്ടിലൊക്കെ എടുത്ത് കൊണ്ടുപോയി മിഠായി വാങ്ങിക്കാതെ ജയിച്ചു നിൽക്കുക. ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ജയങ്ങളാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ കുട്ടികളും, എല്ലാ അച്ഛനമ്മമാരും. സാക്ഷാൽ ആദിശങ്കരാചാര്യൻ പോലും അമ്മയെ പറ്റിച്ചിട്ടാണ് മനസ്സിൽ പോയി. അതല്ലേ കഥ അല്ലേ? മനനം ചെയ്യാം. ശങ്കരൻ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയും, പോണം എനിക്ക് സന്യസിക്കണം. അമ്മ പറയും, എന്റെ മോനെ എനിക്ക് മാത്രം എന്റെ പോയാൽ എനിക്കാരാ? ഈ അമ്മ എന്ത് പറഞ്ഞാലും കേൾപ്പിക്കാൻ മനസ്സിലായപ്പോ ഒരു ദിവസം ഒരു കുളത്തിന്റെ തീരത്ത് വെച്ചിട്ട് ശങ്കരനൊക്കെ കരയാൻ തുടങ്ങി. അമ്മേ എന്നെ മുതൽ പിടിച്ചു. അമ്മയ്ക്കാകാതെ എന്റെ മോനെ മുതൽ പിടിക്കേ, എന്താ പറ്റിയോ ഓടി വന്നു. ശങ്കരൻ പറഞ്ഞത്, ഈ മുതല എന്നെ പിടിച്ചിരിക്കുന്നു, അമ്മ എന്നെ സന്യാസത്തിന് വിട്ടു കഴിഞ്ഞ് മുതല എന്നെ ഇടും. പാവ അമ്മ വിശ്വസിച്ചു. മോൻ സന്യാസത്തിന് പോയാലും അല്ല, മുതല പിടിക്കാണ്ട് കഴിയുമല്ലോ, ഈ പൊക്കോ അനുവാദം കൊടുത്തു. ശങ്കരൻ കൃത്രിമമായി ഉണ്ടാക്കിയ മുതലയാണെന്നും മായയാൽ ഉണ്ടാക്കിയ മുതലയാണെന്നും ഒക്കെ കഥ. എന്തായാലും അമ്മ സമ്മതിച്ചു. അമ്മയോട് ശങ്കരൻ പറഞ്ഞു, അമ്മ എപ്പം വിചാരിക്കണം അപ്പ ഞാൻ വരാം. ഏതെങ്കിലും അമ്മമാരും മക്കളെ വിചാരിക്കുന്നു. പിന്നെ എന്താ വിചാരിക്കുമ്പോ എന്താ ചിന്തിക്കുക? മക്കളെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ അവർക്ക് വല്ല തിരക്കുണ്ടാവും, വിളിക്കണ്ട. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങള് അവതാളത്തിലാവണ്ടാന്ന് കരുതിയിട്ടാണ് പല അച്ഛനമ്മമാരും മക്കളെ വിളിക്കാത്തത് അല്ലേ? ശങ്കരന്റെ അമ്മയും അതുകൊണ്ടായിരിക്കണം.
മോനെ എന്ന് വരുമ്പോഴും വിളിക്കാതിരുന്നത് കൊണ്ടായിരിക്കണം. ശങ്കരനോ പോയി എത്ര 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 ഗുരുക്കന്മാരുടെ കീഴിലൂടെ ഉപനിഷത്തുകളും മഹത്തരമായിരിക്കുന്നതായ സനാതന ധർമ്മത്തിന്റെ രഹസ്യങ്ങളും കണ്ടറിഞ്ഞ് 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 തന്റേതായിരിക്കുന്നതായ ആ ബുദ്ധിപ്രഭാവത്താൽ അദ്വൈതം എന്ന മഹത്തരമായിരിക്കുന്ന ഒരു ആശയത്തെ ലോകത്തിൽ പകർന്നു നിൽക്കാൻ പ്രാണികൾ. ഭാരതത്തിന്റെ ദേശദേശാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച സകല വാക്യാർത്ഥ സദസ്സുകളിലും ചെന്ന് ന്യായവാദികളെ തോൽപ്പിച്ചു, സാഖ്യകാരന്മാരെ തോൽപ്പിച്ചു, ബൗദ്ധന്മാരെ തോൽപ്പിച്ചു, ജൈനന്മാരെ തോൽപ്പിച്ചു. അദ്വൈതം എന്ന് പറയുന്ന തന്റെ സിദ്ധാന്തത്തെ അദ്ദേഹം ലോകത്തിന് പകർന്നു നൽകി. അദ്ദേഹത്തിന്റെ പിന്നാലെ അനവധി ശിഷ്യന്മാരുണ്ടായി. ഈ അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ച് പഠിക്കുവാനുള്ളതായ പാഠശാലകൾ അദ്ദേഹം ഒരുക്കി. ഭാരതത്തിലുടനീളം ശങ്കര മഠങ്ങളുണ്ടായി, അതിന് പാരമ്പര്യങ്ങളുണ്ടായി, പ്രവക്താക്കളുണ്ടായി. സർവജ്ഞപീഠം കയറുന്ന ശങ്കരന്റെ മുന്നിൽ അപ്പോൾ ഒരു വിളി വന്നു, മോനെ. ഒറ്റ ഓട്ടം കൊടുത്തു ശങ്കരൻ. അമ്മയുടെ അടുത്തേക്ക് അമ്മ വിളിച്ചു. ബ്രഹ്മസത്യം ജഗത് വിദ്യ എന്നതിനെ വ്യാഖ്യാനിച്ചതൊക്കെ വിദ്യയാണെന്ന് പറഞ്ഞ അതേ ശങ്കരൻ സ്വന്തം അമ്മയുടെ വിളി കേട്ട് ഓടിയെത്തി കാലടി. അമ്മയുടെ പര്യങ്കത്തിനടുത്തെത്തിയപ്പോൾ ശങ്കരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തിരിഞ്ഞും മറിഞ്ഞും ഒന്ന് കിടക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഇത്തിരി വെള്ളം കുടിക്കണമെങ്കിൽ ഒരാൾ പോലും സഹായമില്ലാതെ കയ്യൊന്നെടുത്ത് ഉയർത്താൻ പോലും കഴിയാതെ ശരീരം മുഴുവൻ പുഴുവരിച്ചു കിടക്കുന്ന അമ്മയാണ് കണ്ടത്. എല്ലാം വിദ്യയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശങ്കരന്റെ കണ്ണുകൾ ആർദ്രമായി ഒഴുകി ഒഴുകിയ അമ്മയുടെ മുമ്പിൽ നിന്ന് തൊഴുതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിച്ചു. ആസ്താം പ്രസൂതി സമയേ ദുർവാരശൂലം യഥാ നൈരുച്യം തനുശോഷണം മദമയീ ശയ്യാച സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിരുന്നതോ വിതനയ തസ്യൈ ജനനീ. എന്താ പ്രാർത്ഥിക്കുന്നു? ഈ ഗർഭകാലഘട്ടത്തിൽ നാല് രുചിയില്ലാതെ എന്ത് കഴിച്ചാലും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അങ്ങനെയൊക്കെയുള്ള രുചിക്കുറവ് മുതലായിരിക്കുന്ന എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു അമ്മ എന്നെ ഗർഭത്തിൽ ചുമക്കുന്ന സമയത്ത്. അത് മാത്രമാണോ? എന്നെ പ്രസവിച്ച നാളുകളിൽ എന്നെ നോക്കുന്നതിന് വേണ്ടി മലമൂത്ര വിസർജനാദികളാകുന്നതായ സകലത്തിലും അമ്മ ഒരുമിച്ച് ചേർന്ന് കിടന്ന് എന്നെ പരിചരിച്ചു. എത്ര രാത്രികൾ ഉറക്കമില്ലാതെ അമ്മ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള അമ്മയോടുള്ള കടം 9 മാസവും കുറച്ച് ദിവസങ്ങളും പ്രസൂതവായിലൂടെ പുറത്തു വരുന്നത് എന്നെ ചുമന്നില്ലേ. ആ ചുമട്ടുകൂലി നൽകാൻ പോലും മകനത്ര യോഗ്യനായാലും സാധിക്കുന്നു. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും. നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവതല്ല. എത്ര യോഗ്യൻ മകനും അത് നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേ. ആ ചുമട്ടുകൂലി തരാൻ പോലും യോഗ്യത സാധിക്കില്ലല്ലോ. മക്കളെത്ര വലുതായ 10 മാസം ചുമന്നെന്നെ പെറ്റുപാലിച്ചൊരമ്മയെ ചിത്തശുദ്ധിയാണ് ചീടാൻ ഭക്തിപൂർവം തൊഴുന്നു ഞാൻ. കരയും നേരമേ വന്ന് കരകാരിലെടുത്തുടൻ അവിടൂട്ടിയൊരമ്മേ നീ അഴകാത്തിത്തരേണമേ. മാറോടണച്ചു ചുംബിച്ച് കാലിൽ വെച്ചാട്ടിയങ്ങനെ മാനെല്ലാം മാറ്റിയോരമ്മേ നീയല്ലാതില്ലൊരാശ്രയം. അകറാരിൽ അരിവോടെന്നെ അപരാധത്തെയൊക്കെയും പൊറുത്തെനിക്കു സന്മാർഗം അരുളീടേണമേ സദാ. പലരാത്രി ഉറങ്ങാതെ പകലാക്കി
കരിച്ചുമാ പരിപാലിച്ചൊരമ്മയ്ക്ക് പലവട്ടം തൊഴുന്നു ഞാൻ. കുട്ടിക്കാലത്ത് സന്ധ്യാനം ചെയ്തിട്ട് ഈ അമ്മയെ വന്ദിക്കുന്ന ശ്ലോകം എന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നു. അത് സ്വന്തം അമ്മയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ലോകത്തുള്ള സകല മാതൃഭാവങ്ങളുടെയും മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ. അത് തന്നെയല്ലേ ദേവീഭാഗവും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായ പരിരക്ഷണത്തിന്റെ മന്ത്രമാണ് അമ്മ എന്നും. വാത്സല്യത്തിന്റെ മഹത്വം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതാണ് അമ്മ എന്ന പദമെങ്കിൽ, മക്കളില്ലാത്ത ദുഃഖം എന്ന് പറഞ്ഞ് ഹരിചന്ദ്രൻ ഇവിടെ വേവലാതിപ്പെടുന്ന സമയത്ത് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ സന്താനങ്ങള് സന്തോഷം തരുന്നവർ മാത്രമല്ല ദുഃഖം കൂടിയാണ്. എന്താ കാരണം? ഇത്രയും ഒന്ന് പ്രസവിച്ച് ഏറ്റവും അധികം ആനന്ദം അനുഭവിച്ചു. ഞാനൊരു അമ്മയായി എന്ന ആനന്ദം. പക്ഷേ ആ ആനന്ദം അടുത്ത നിമിഷത്തിൽ എന്തായി? മക്കളെ കുറിച്ചുള്ള ആദിയായി. അവരോടിക്കളിക്കുമ്പോ വീഴുവോ എന്നുള്ള പേടി, അവർക്ക് രോഗം വന്നാൽ ആവരാതി. വളർന്ന് വളർന്ന് വലുതാവും തോറും അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അവരുടെ ജോലിയെ കുറിച്ച് കഴിയുന്നുണ്ടോ ഇതെപ്പോഴെങ്കിലും? തീരുന്നുണ്ടോ ഇതെപ്പോഴെങ്കിലും? ഇത് തലമുറകളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഒരു അവബോധമാണ്, ഒരു താളമാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ആളല്ല ഹരിച്ചത്. കാരണം നമ്മളൊക്കെ ഈ ഹരിച്ചതിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. വിവാഹം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ചോദിച്ചു തുടങ്ങി, ചേട്ടാ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ഭാര്യാഭർത്താക്കന്മാർക്ക് ആവലാതി തുടങ്ങി. അയ്യോ പേടിയായി തുടങ്ങി. തീരുമാനങ്ങളെ കുറിച്ച് ആവലാതികളായി. കുറെ കഴിഞ്ഞപ്പോഴോ അത് ഭയം കാരണം 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. ഡോക്ടർമാരെടുത്ത് പോക്ക്, ചികിത്സകൾ, എന്തൊക്കെയാണ് ആവലാതി. അങ്ങനെ ആറ്റുകൊണ്ട് മക്കൾ ഉണ്ടായി. അപ്പോഴാണ് ഇതുണ്ടാവാതിരുന്നപ്പോ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചോ അതിന്റെ ഇരട്ടി ഇതൊക്കെ ഏറ്റെടുക്കാതിരിക്കാം. ലോകത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ നിക്ഷിപ്തമാണ് ഈ സുഖദുഃഖം. കല്യാണം കഴിക്കാതിരുന്നാലും ഈ സുഖദുഃഖം, മക്കൾ ഉണ്ടാവാതിരുന്നാലും ഈ സുഖദുഃഖങ്ങളുണ്ട്, മക്കൾ ഉണ്ടായാലും ഈ സുഖദുഃഖം. അല്ലേ? അപ്പൊ പറയും സർവസംഘ വിദ്യാർത്ഥികളായി സന്യസിക്കാൻ പോയാൽ മതിയോ? എന്നിട്ട് ഏതെങ്കിലും സന്യാസിമാര് സ്വസ്ഥരായിട്ട് കഴിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് ആശ്രമം കൈപിടിപ്പിക്കുന്നതിന് സമ്പത്തില്ലാത്തതിന്റെ കടമാണ് പറഞ്ഞു. എങ്ങനെയാണ് ആശ്രമത്തെ നിലനിർത്താൻ വേണ്ടി സമ്പത്ത് സമാഹരിക്കേണ്ടത് എന്ന് ആലോചിച്ച് അതിനുവേണ്ടി അനവധി തരത്തിലുള്ളതായ ബിസിനസ്സുകളെ കുറിച്ച് ആലോചിച്ച് അത് നടപ്പിലാക്കാനുള്ളതായ തത്രപ്പാടിലാണ് പല ആളുകളും. ആരും മുക്തനല്ല. അത്രയും നീ പറഞ്ഞേക്കാം. അപ്പൊ ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഉപദേശം ഇല്ലാതെ പറ്റുമോ? നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ട് ആ മരിച്ചവരുടെ ബന്ധുക്കളുടെ അടുത്ത് ചെന്നിട്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് കൊണ്ടാണ്ട് എന്നിട്ട് കഴിഞ്ഞിട്ടോ? അങ്ങനെയല്ല. നമ്മളെന്താ പറയുക? സാമാന്യമായിട്ട് തോന്നി തന്നെ പറയും. മനഃശക്തിയിലൊക്കെ ഈശ്വരന്മാരെല്ലാം ഈശ്വരന്മാരൊക്കെ നിശ്ചയിച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ ഇതേ കൂടെ അല്ലേ കൂടെ ഉണ്ടാകുന്നില്ല. ഇതേ ദിവസം ചിലപ്പോൾ നമ്മളെ വയ്ക്കും. എങ്കിലും നമ്മൾ പറയണ്ടേ? വേണ്ടേ? ആ വാക്കിന് ശക്തിയുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത ക്ഷണത്തിൽ ഒരു കയറെടുത്ത് ഉത്തരത്തിൽ തൂക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയാവാം. നമ്മൾ പറഞ്ഞ ഈ ഒറ്റ വാക്കുകൊണ്ട് അവർ ചിലപ്പോ ആ തീരുമാനം മാറ്റിയെന്ന് വരാം. സത്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിയാമെങ്കിലും ചില സമയത്ത്
നമ്മൾ ഈ സാമാന്യമായ ലോകത്തിന്റെ വ്യവഹാരങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. അത് തന്നെയാണ് ഈശ്വരന്മാരും ചെയ്യുന്നത്. അതുകൊണ്ട് വസിഷ്ഠൻ എന്ത് ചെയ്തു? വസിഷ്ഠൻ അറിയാം ഈ കാര്യങ്ങൾ പൊരുള് എന്തൊക്കെയാണെന്ന് അറിയാം. ത്രികാലജ്ഞാനിയല്ലേ. ഹരിശ്ചന്ദ്രന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയാം. എല്ലാം അറിയാമായിരുന്നിട്ടും വസിഷ്ഠൻ എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യൂ, വരുണദേവനെ പ്രാർത്ഥിക്കൂ, വരുണയാഗം ചെയ്യാം, എന്നാൽ പുത്രൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു ബലി കൊടുക്കണം. ഹരിശ്ചന്ദ്രൻ എന്ത് ചെയ്തു? എനിക്കൊരു പുത്രൻ ഉണ്ടായിരുന്നു. അപുത്രത്വം എന്നുള്ളതായ ദോഷം തീരില്ലോ. അപ്പൊ അതുകൊണ്ട് വരുണനെ പ്രാർത്ഥിച്ചെടുത്ത് പറഞ്ഞ് എനിക്കൊരു പുത്രൻ ഉണ്ടായ പുത്രനെ തന്നെ അങ്ങേക്ക് ബലി നൽകാം. എന്നെ എന്ത് ഹരിശ്ചന്ദ്രൻ? നമ്മൾ കേട്ട ഹരിശ്ചന്ദ്രൻ ഇതൊന്നും അല്ലല്ലോ. വരുണന് വലിയ സന്തോഷമായി. വരുണ വേഗം തന്നെ ഹരിശ്ചന്ദ്രനെ അനുഗ്രഹിച്ചു. ഹരിശ്ചന്ദ്രൻ ഒരു പുത്രനുണ്ടായി. പുത്രനുണ്ടായി കഴിഞ്ഞപ്പോൾ ആ വരുണൻ വന്നു. ഈ അന്ന് വാക്ക് പാലിച്ചോളൂ, യാഗം നടത്തിയിട്ട് ആ പുത്രനെ എനിക്ക് ബലി നൽകുമോ എന്ന് പറഞ്ഞിട്ട് പുത്രൻ ഉണ്ടായപ്പോഴേക്കും ഹരിശ്ചന്ദ്രന്റെ ഭാവമാണ്. കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ പുത്രൻ എന്ന ഭാവമാണ്. അവനോടുള്ള വാത്സല്യം, സ്നേഹം എന്നിങ്ങനെയുള്ള ഭാവങ്ങൾ നിറഞ്ഞപ്പോ ഹരിശ്ചന്ദ്രൻ ആദ്യമായി വരണം. എന്ത് പറയണമെന്ന് ചിന്തിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോഴാണ് വരുന്നന്റെ വരവ്. അപ്പൊ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, എന്റെ വരുന്നതേവ കുട്ടി ഉണ്ടായില്ലോ. ഉലവ് കഴിഞ്ഞിട്ടില്ല, 10 ദിവസമെങ്കിലും കഴിയട്ടെ, അശുദ്ധിയൊക്കെ മാറും. അത് കഴിഞ്ഞിട്ടാവും അത് ശരി, അത് ന്യായമാണ് എന്നോട് വരുന്ന പോയി. 10 ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും വരണമെന്ന് ഇനി ആവാനോ യാതൊരു. അതല്ലാതെ നമ്മുടെ ശാസ്ത്രം എന്താ പറയുന്നത്? ഈ കുട്ടി ഇപ്പൊ എന്റെ കുട്ടി ആവണമെങ്കിൽ ആ കുട്ടിക്ക് ചില വാതിൽപ്പുറപ്പാട്, നാമകരണം മുതലായിരുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. നാമകരണവും വാതിൽപ്പുറപ്പാടും ഒക്കെ കഴിയട്ടെ. 6 മാസം കഴിയുമ്പോൾ വീണ്ടും വരണമെന്ന്. അല്ല, അന്നപ്രാശം കഴിക്കാതെ എങ്ങനെയാ കഴിയുന്നില്ല? ഈ ലോകവ്യവഹാരത്തിൽ ഉൾച്ചേരുന്നത് എപ്പോഴാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിച്ചു തുടങ്ങുമ്പോഴാണ്. അതാണ് അന്നപ്രാശം. അല്ലേ? അതുവരെ അമ്മയുടെ സ്ഥല്യമല്ലേ വരുന്നത്, അല്ലെങ്കിൽ കുപ്പിപ്പാലും. അപ്പൊ അന്നപ്രാശം കഴിയണം. വരുന്ന പോയി അന്നപ്രാശം കഴിഞ്ഞപ്പോ വരണമെന്ന് അപ്പൊ പറഞ്ഞ അല്ല, അങ്ങനെയല്ലല്ലോ. ഈ കുട്ടി ക്ഷത്രിയനാണെങ്കിൽ ഉപനയനം കഴിയട്ടെ. ഇത്രയും കേട്ടപ്പോ വരുന്ന മനസ്സിലായി, ഇത് എന്നെ നീ പറ്റിക്കണം. അതുകൊണ്ട് നിനക്ക് ഉദരരോഗം വരട്ടെ, മഹോദരം എന്ന രോഗം പിടികൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ശപിച്ചു വരുന്നത് നോക്കുന്നു. ഈ വരുണൻ വന്ന് ഹരിശ്ചന്ദ്രനോട് സംസാരിക്കുന്നത് ഉണ്ണി കണ്ടു. രോഹിതൻ എന്നാണ് അവന്റെ പേര്. അവനാകെ പേടി. അച്ഛനിരിപ്പോ എന്നെ വരുണൻ വെല്ലുവിളിക്കാവുന്ന ഒരു പേടി. രോഹിതൻ എന്ത് ചെയ്തു? നാട് പോയി. വരുണൻ കോപിച്ച് അസുഖം വന്നപ്പോ മഹോദരം പിടിപെട്ടുല്ലോ. ഈ മഹോദരം കാരണം വയറുകൾ വിട്ടു വരികയാണ്. വസിഷ്ഠനോട് ചോദിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാം? അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു, പെരി കഴിക്കാൻ കിട്ടിയ ദേവതകൾക്ക് വാക്ക് കൊടുത്താൽ അത് പാലിക്കണം. ഇല്ലെങ്കിലെന്താ? ആകെ കുഴപ്പമാണ്. വാക്ക് കൊടുത്താൽ പാലിക്കട്ടെ. പ്രഭു ഇങ്ങനെ പാലം കിടക്കുകയാണ്. ഒരു പാലം കിടക്കുകയാണ് പ്രഭു. ഈ പാലം കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റുണ്ടായി. പാലം ഇങ്ങനെ ഇളകാൻ തുടങ്ങി. തൂക്കുപാലാണ്. അപ്പുറത്തേക്ക് എത്തുക പോകുന്നത് പ്രഭുവിന് പേടിയായി തുടങ്ങി. അപ്പൊ പ്രഭു വേഗം മനസ്സിൽ കണ്ടിട്ട്, ഗുരുവായൂരപ്പാ, എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബംഗ്ലാവ് കുട്ടി കിട്ടുന്ന കാശ് അങ്ങയുടെ കുട്ടികയിലിടാം, ഭണ്ഡാരത്തിലിടാം. അപ്പൊ തന്നെ മഴയിൽ നിന്നും ഇരുന്ന് കാറ്റിൽ നിന്നുള്ളത്. അപ്പുറത്തേക്ക് എത്തിയ പ്രഭുവിന് ആകെ തലയ്ക്ക് കൈവച്ച് ചിന്തിക്കും, ഞാൻ എന്ത് ചെയ്യും? ബംഗ്ലാവിൽ കിട്ടുന്ന കാശൊക്കെ ഞാൻ ഗുരുവായൂരിന് കൊടുത്ത് എന്റെ കഥ എന്താവും? അല്ലെങ്കിൽ അവർക്ക് ഈശ്വരന്മാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാണ്ട് പറ്റില്ലല്ലോ. അദ്ദേഹം ബംഗ്ലാവ് കിട്ടാൻ തീരുമാനിച്ചു. അനവധി ആളുകൾ ബംഗ്ലാവ് വാങ്ങാൻ വരുന്നത്. കാരണം എന്താ? ബംഗ്ലാവിന് വെറും 1000 രൂപയുള്ളൂ. 1000 രൂപ ബംഗ്ലാവ്. ആളുകൾ ഓടി വരാൻ തുടങ്ങി. 1000 രൂപയ്ക്ക് ബംഗ്ലാവല്ലേ? വരണവര് അതേപോലെ തന്നെ എന്തൊക്കെയോ ഇയാൾ ചീറ്റ പറഞ്ഞ് തിരിച്ചു പോകും.
ഇതെന്താ കഥ, മുഖ്യപ്പം എന്താ കഥ, ബംഗ്ലാവിന്റെ സ്കൂൾ എഴുതി വെച്ചിട്ട് ബംഗ്ലാവ് വിൽപ്പനയ്ക്ക് 1000 രൂപ. അതിൻ്റെ അടിയിൽ MP ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, എന്റെ കോഴിക്കോട് വാങ്ങുന്നവർക്ക് ഈ ബംഗ്ലാവ് കൊടുക്കും, കോഴിക്കോടിന്റെ വില 1.5 കോടി. എന്ത് വിറ്റ് കിട്ടുന്ന കാശ് ഗുരുവായൂർ കൊടുക്കാന്ന് പറഞ്ഞ്, ബംഗ്ലാവ് വിറ്റ് കിട്ടുന്ന കാശ് 1000 രൂപ ഗുരുവായൂർ കൊടുക്കാം, കോഴിക്കോട് വിറ്റ് കിട്ടുന്ന കാശ് എനിക്കല്ലേ. ഇതേപോലെയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വാക്യം. അതുകൊണ്ടാണ് കട്ടിലിൽ കിടക്കുന്ന സമയത്ത് മക്കളൊക്കെ വന്ന് ചുറ്റും വന്നു. അപ്പൊ മക്കളുടെ ഒക്കെ അടുത്ത് വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, കട്ടിലിൽ കിടക്കുകയാണ്, എനിക്കാനും വയ്യ, നടക്കാനും വയ്യ, ഒന്നും വയ്യ, ഇപ്പൊ നിങ്ങളായിട്ട് എന്താ ചെയ്യണ്ടേ? അതെ, ആ നെല്ലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു 50 പാട്ട എണ്ണ കൊടുക്കണം. അതെന്താണ്? അതോ നീ ഉണ്ടായപ്പോ നിനക്ക് വലിയ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു പാട്ട എണ്ണ തരുന്നില്ല. അത് കഴിഞ്ഞ് നിനക്ക് സ്കൂളിൽ പോയപ്പോ നീ നന്നായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒരു പാട്ട എണ്ണ തരുന്നത്. അത് കഴിഞ്ഞിട്ടില്ല നിനക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു പാട്ട എണ്ണ തരുന്നത്. പിന്നെ നിന്റെ കല്യാണം കഴിയാൻ ഒരു പാട്ട എണ്ണ. ഇങ്ങനെ നേരത്തെ ഒരു 50 പാട്ടയായിരിക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. അതല്ലോ ഈശ്വരനോടുള്ളതായ വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്മാർക്ക് എണ്ണ കിട്ടിയിട്ട് എന്താ കാര്യം? സമ്പത്ത് കിട്ടിയിട്ട് എന്താ കാര്യം? യഥാർത്ഥത്തിൽ അത് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയാണ്. ഈശ്വരന് കൊടുക്കുന്നത് ഈശ്വരന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഒരു മഹായജ്ഞം നടത്താൻ ഇതുപോലെ ഒരു കാട് ഇവിടെ ഉണ്ടായത്. അപ്പൊ നമുക്ക് വേണ്ടിയായിരുന്നു. ഓരോ യജ്ഞം നടക്കുമ്പോഴും ഒരുമിച്ചിരുന്ന് നമ്മൾ ഊണ് കഴിയുന്നില്ല, അനുഷ്ഠാനങ്ങൾ നടക്കുന്നില്ല. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ തുടർന്നു പോകുന്നു. നമ്മുടെയൊക്കെ ഓരോ പ്രാർത്ഥനകളും നമുക്ക് വേണ്ടിയുള്ള സമർപ്പണങ്ങളായി, ആ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമാധാനമായി, അനുഗ്രഹമായി നമ്മൾ തന്നെ അനുഭവിക്കുന്നു. അതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം. ഇവിടെ ഇരിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ എന്തൊക്കെ ചെയ്യുമെന്ന്. ഒന്നിക്ക് ടിവിയുടെ മുമ്പിൽ ഇരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിച്ചിരിക്കും, അല്ലെങ്കിൽ അമ്മത്തെ വീട്ടിലെ കാക്കയെ കുറ്റം പറഞ്ഞു. ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ എന്താ തിരുമേനി എന്താ ഞങ്ങളെ എങ്ങനെയൊക്കെയാണോ കണ്ടതെന്നൊന്നും ചിന്തിക്കേണ്ട. ഞാൻ പൊതുവായിട്ടുള്ള സ്വഭാവം പറഞ്ഞതാണ്. നിങ്ങളൊന്നും അങ്ങനെ അല്ല. നിങ്ങൾ വീട്ടിൽ പോയാലും ഇതുപോലെ പുരാണം വായിച്ചിരിക്കുന്നവരാണെങ്കിൽ സന്തോഷം. അത്രേ. അപ്പൊ ഇവിടെ ഹരിചന്ദ്രൻ വാക്ക് കൊടുത്ത് പാലിക്കാൻ പറ്റാതെ സ്വയം എന്തുവാക്കി രോഗമേറ്റു വന്നു. മകനാണെങ്കിൽ നാട് വിട്ടുപോയി. വസിഷ്ഠൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വാക്ക് പാലിക്കണം. അതിനെന്ത് ചെയ്യണം? ബലി നടത്തണം. മകനെ കിട്ടിയില്ലെങ്കിൽ ഒരുവനെ മകനായി ദത്തെടുത്ത് അവനെ ബലിയിക്കണം. ആരെങ്കിലും തരുമോ ബലികരിക്കാൻ വേണ്ടിയിട്ട് ഒരു മകനെ? അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു, അന്ന് രാജാവല്ലേ, വിളംബരം നടക്കട്ടെ. ഹരിചന്ദ്രൻ വിളംബരം ചെയ്തു. ദത്തുപുത്രനായി തരാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവർക്ക് 1000 പശുക്കളെയും 1000 സ്വർണ്ണ നാണയങ്ങളും തരാം എന്ന് അതാ വിളംബരം പുറപ്പെടുവിച്ചു. മന്ത്രിമാരൊക്കെ അന്വേഷിച്ച് ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ അജീകർത്തൻ എന്ന പേരുള്ളതായ ഒരു ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ മഹാദരിദ്രനായിരുന്നു. അദ്ദേഹം തന്റെ മകനെ രാജാവിന് കൊടുക്കാൻ തയ്യാറായി. വിവരമറിഞ്ഞ് രാജഭൃത്യന്മാരൊക്കെ ചെന്ന മകനെ കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നപ്പോൾ അവിടെ അജീകർത്ത ബ്രാഹ്മണന് 3 മക്കളുണ്ട്. മൂത്തവനെ അജീകർത്ത ബ്രാഹ്മണൻ നേരെ തന്റെ മാവോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇവനെ ഞാൻ ധരിക്കുക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ വിരുദാത്മകളൊക്കെ ചെയ്യേണ്ടവനാണ്. താഴെയുള്ളവനെ അമ്മയെ കെട്ടിപ്പിടിച്ചു, ഇവൻ എന്റെ പ്രിയപ്പെട്ടവനാണ്, ഇവനതാ ഒന്നും 8 കൊത്തി തിരിയാത്ത പ്രായമാണ്, ഇവനെ ഞാൻ ധരിക്കാറുണ്ട്.
നടുക്കിലുള്ള ആള് പാവം, അച്ഛൻ വേണ്ട, അമ്മയ്ക്ക് വേണ്ടായിരുന്നു. അങ്ങനെ മധ്യമനായ ശുനശേഖൻ ഹരിശ്ചന്ദ്രന്റെ ദത്തുപുത്രനായിരുന്നു. ഹരിശ്ചന്ദ്രൻ വരുണയാഗം ആരംഭിച്ചു. ആ വരുണയാഗത്തിൽ സദസ്സിലുള്ളവരെല്ലാവരും ഹരിശ്ചന്ദ്രൻ ചെയ്യുന്നതായി പ്രവൃത്തി അതൊരിക്കലും അനുകൂലിക്കാവുന്നതല്ല എന്ന് പരസ്പരം പറയുന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ പങ്കെടുക്കാതെ നിർത്തിയില്ല. രാജശാസനമാണ്. അതുകൊണ്ട് എല്ലാവരും പങ്കെടുത്തു. ആ വസിഷ്ഠ യാഗത്തിന് നേതൃത്വം കൊടുത്ത് വസിഷ്ഠൻ തന്നെയാണ് മന്ത്രം ചെല്ലുന്ന സമയത്ത് അവിടെ ചൊല്ലിയതായ ദേവതകൾ എല്ലാവരും സാന്നിധ്യം ചെയ്തു. പ്രധാന ദേവത വരുണനാണ്. വരുണൻ വന്നു യജ്ഞരൂപത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ശുനശേഖരനെ. ദർഭപ്പുല്ലിന്റെ കയറുകൊണ്ട് കഴുത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ശുനശേഖരൻ. അതാ മന്ത്രം ചൊല്ലി ഹിംസാകാരൻ കാലമായി വന്നപ്പോ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോ ഹിംസാകാരൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, കർമ്മം ചെയ്യുന്ന ആള് എനിക്ക് പറ്റില്ല. അപ്പൊ ഹരിശ്ചന്ദ്രൻ വീണ്ടും പ്രഖ്യാപിച്ചു, ഈ യാഗത്തിലെ ഈ ബലികർമ്മം നിർവഹിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് 2000 പശുക്കളെയും 2000 സ്വർണ്ണ നാണയങ്ങളും തരാം. സദസ്സിൽ വെച്ച് ആഹ്വാനം ചെയ്തു. അത് കേട്ടപ്പോ ആ സദസ്സിൽ നിന്ന് ഒരാൾ ചാടുന്നു, ഞാൻ ചെയ്യാം. എല്ലാവരും നോക്കിയപ്പോ ആരാ? ഈ അജീകർത്ത ബ്രാഹ്മണനാണ്, ഈ കുട്ടിയുടെ അച്ഛൻ. ദാരിദ്ര്യം കൊണ്ട് ദുരമുത്ത് സ്വന്തം മകനെ കൊല്ലാൻ തയ്യാറായിട്ട് വരിക. എല്ലാവരും പരസ്പരം ആ അജീകർത്ത ബ്രാഹ്മണനെ ഇങ്ങനെ ശപിച്ചു മനസ്സുകൊണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവും ലോകത്തിൽ? ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടാവും? സ്വന്തം മകനെ രാജാവിന് ദത്തുപുത്രനായി കൊടുത്തതും പോരാതെ ബലി കഴിക്കാൻ വേണ്ടി സ്വയം ആ പുത്രനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു ഈ അജീകർത്ത ബ്രാഹ്മണൻ. കഷ്ടം. അങ്ങനെ ഹിംസാമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സാക്ഷാൽ വിശ്വാമിത്രൻ കടന്നു. അരുത്, അരുത്, എവിടെ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഹിംസാകരമായിരിക്കുന്നതായ ക്രിയായോഗത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്? ഹേ വസിഷ്ഠ, ഇത് ശരിയാണ്. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ചെയ്യുന്നതായ കർമ്മങ്ങൾ എങ്ങനെയാണ് ദേവതകൾക്ക് പ്രിയപ്പെട്ടതാവുന്നത്? അങ്ങനെയാണെങ്കിൽ അവർ ദേവതകളല്ലോ. വിശ്വാമിത്രൻ ഉറക്കെ ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ സദസ്സെല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കിയിരിക്കുക. യജ്ഞരൂപത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദർഭപ്പുല്ലുകൊണ്ട് കഴുത്തിൽ കെട്ടിയിട്ട കയറുമായി കണ്ണുനീരിങ്ങനെ വാർത്തുകൊണ്ടിരിക്കുന്നതായ ശുനശേഖരൻ വിശ്വാമിത്രൻ ഇങ്ങനെ വിളിച്ചു നോക്കുക. വിശ്വാമിത്രൻ വന്ന് ഹരിശ്ചന്ദ്രനോട് ചോദിക്കുന്നു, ഹേ ഹരിശ്ചന്ദ്ര രാജാവ്, ഇത് നീതിയാണോ, ഇത് ധർമ്മമാണോ? ആരും ഉത്തരം പറയുന്നു. വേഗം തന്നെ വിശ്വാമിത്രൻ ആ ശുനശേഖരൻ എന്ന ബാലകന്റെ അരികത്തെത്തി അവന്റെ കാതിൽ വരുണമന്ത്രം ഉപദേശിച്ചു. അവൻ ആ മന്ത്രം തിരിച്ചുകൊണ്ടു. ഈ സമയത്ത് പെട്ടെന്ന് അവിടെ വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. ശുനശേഖരന്റെ മന്ത്രശുദ്ധി കൊണ്ട് വരുണദേവൻ പ്രസാദിച്ചു. വരുണദേവൻ പറഞ്ഞു, അല്ലയോ ഹരിശ്ചന്ദ്ര രാജാവേ, ഇവിടെ യാഗം പൂർണ്ണമായിരിക്കുന്നു. ബലി നൽകേണ്ടതില്ല, ബലി ഞാൻ സ്വീകരിച്ചിരുന്നു. ഇത്രയും പറഞ്ഞ് വരുണദേവൻ അനുഗ്രഹിച്ച് അവിടുന്ന് മാറി. അതോടുകൂടി ഹരിശ്ചന്ദ്രന്റെ ഉദരരോഗവും മാറി. സന്തോഷമായി. യജ്ഞരൂപത്തിൽ നിന്ന് സ്വതന്ത്രനായി ശുനശേഖരൻ. വിശ്വാമിത്രൻ വസിഷ്ഠനെ നോക്കി പറഞ്ഞു, ഇത്തരത്തിലുള്ളതായ ക്രിയായോഗങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സദസ്സിനെ നോക്കി പറഞ്ഞു, ഇങ്ങനെയുള്ള ക്രിയകൾക്ക് സാക്ഷ്യം വഹിക്കുന്നവർ കൂടി മഹാപാപികളാണ്, ഘോര നരകമാണ് വിധിച്ചിരിക്കുന്നത്. വിശ്വാമിത്രൻ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് ഈ ശുനശേഖരൻ എന്നതായ ബാലകൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഞാൻ ആരോടൊപ്പമാണ് പോകേണ്ടത്? എന്റെ പിതാവ് ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് വസിഷ്ഠനാണ്. വസിഷ്ഠൻ പറഞ്ഞു, രാജാവിന് ദത്ത് കൊടുത്തതായ ഇവന്റെ അച്ഛൻ അജീകർത്ത ബ്രാഹ്മണൻ ഒരിക്കലും ഇവന്റെ അച്ഛനല്ല.
കാരണം സ്വന്തം പുത്രനെ മറ്റൊരാൾക്ക് സമ്പത്ത് വാങ്ങി വിക്രയം ചെയ്തവനാണ്. അതുകൊണ്ട് അയാൾ ഒരിക്കലും ഈ ശുരശേഖരന്റെ പിതൃസ്ഥാനം അർഹിക്കുന്നില്ല. ഈ ഹരിശ്ചന്ദ്ര രാജാവോ സമ്പത്ത് കൊടുത്ത് വാങ്ങിയവനെ പുത്രനായി കരുതാമെങ്കിലും ആ രാജാവ് സ്വന്തം ദത്തുപുത്രനെ ബലികഴിക്കാൻ ഒരുങ്ങി എന്നുള്ളതിനാൽ ഹരിശ്ചന്ദ്രനും പിതാവല്ല. കാരണം പിതാവ് എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കുന്നവൻ എന്നാണ്. ഇനിയിപ്പോൾ ഇവനെ സ്വതന്ത്രനാക്കിയ വരുണദേവൻ ബലി പൂർണ്ണമായി എന്ന് പറഞ്ഞ് ആ ക്രിയയെ സ്വീകരിച്ച വരുണദേവന് ഇവന്റെ പിതൃസ്ഥാനം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ദേവതകൾ മന്ത്രം ജപിച്ചാൽ വന്നേ പറ്റും. മന്ത്രത്തിന് അധീനരാണ് ദേവതകൾ. അതുകൊണ്ട് ദേവതകളും ഇവന്റെ പിതൃസ്ഥാനത്തിൽ നടക്കുന്നില്ല. പിന്നെ ആരാ ഇവനെ രക്ഷിച്ചത്? സാക്ഷാൽ വിശ്വാമിത്ര മഹർഷിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഇവന്റെ അച്ഛൻ വിശ്വാമിത്രനാണ്. സന്തോഷത്തോടുകൂടി വിശ്വാമിത്രൻ ആ ശുരശേഖ ബാലകന്റെ കയ്യിൽ പിടിച്ച് യാഗശാലയ്ക്ക് പുറത്തേക്ക് വന്നു. വിശ്വാമിത്രന്റെ കണ്ണുകൾ ആർദ്രമായി. അതിനൊരു കാരണമുണ്ട്. യാഗശാലയിലേക്ക് കടന്നു വന്ന വിശ്വാമിത്രൻ അവിടെ കണ്ടത് യജ്ഞരൂപത്തിൽ ദർഭക്കയർ കൊണ്ട് കഴുത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനായിരിക്കുന്ന ശുനശേഖ ബാലകനെയാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ വിശ്വാമിത്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിനെന്താ കാരണം? വിശ്വാമിത്രൻ അവനിൽ കണ്ടത് സ്വന്തം പുത്രനെ തന്നെയാണ്. ഇതേപോലെ തന്നെ വിശ്വാമിത്രന്റെ പുത്രന്റെ കഴുത്തിൽ ദർഭപ്പുല്ലുകൊണ്ടുള്ള കയറുകൊണ്ട് ബന്ധിച്ച് ആവണത്തിൽ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ കെട്ടിയിട്ടു സ്വന്തം അമ്മ വിശ്വാമിത്രന്റെ ഭാര്യ. ദാരിദ്ര്യമാണ്. ഇവിടെ ഈ ശുനശേഖരൻ യജ്ഞരൂപത്തിൽ ബന്ധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ദാരിദ്ര്യമാണെന്നതിന് കാരണം. ഈ അജീകർത്ത ബ്രാഹ്മണൻ തെറ്റുകാരനാണെങ്കിലും ഏറ്റവും വലിയ തെറ്റാരുടേതാണ്? ഭരിക്കുന്ന രാജാവ് തന്റെ പ്രജകളുടെ ദാരിദ്ര്യത്തെ മുതലെടുത്ത് സ്വാർത്ഥമായിരിക്കുന്നതായ ഒരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജാവ് ആരാണ്? അധർമ്മിയായ രാജാവ്. എന്താ രാജാവിന്റെ പേര്? ഹരിശ്ചന്ദ്രൻ. നമ്മൾ കേട്ടത് എന്താ? സത്യവാനായ ഹരിശ്ചന്ദ്രൻ. പിന്നെ നമുക്ക് കളിയാക്കലായി. ആരെങ്കിലും ഒക്കെ സത്യസന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ആര് ഹരിശ്ചന്ദ്രനോ? സത്യം പറയുന്നവരോട് ഒരു പുച്ഛമാണ്. നുണ പറയുന്നവരെ നമ്മൾ മഹാപണ്ഡിതന്മാരായി അവരോധിച്ചുകൊണ്ടിരിക്കുന്നു. നുണ പറയുന്നവർ വിദ്വാൻമാരാകും, പുരസ്കരിക്കപ്പെടും. നുണ പറയൽ എന്ന ഒരു കല തന്നെ ഉണ്ടായിരിക്കും. നുണ പറയുന്നവരെല്ലാവരും ഒത്തുകൂടി ഏറ്റവും മനോഹരമായി നുണ പറയുന്നവർക്ക് പുരസ്കാരം കൊടുത്ത് ആഘോഷിക്കുന്ന കാലമാണ്. കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ വന്നാൽ കാണാം. നുണ എന്നതൊരു സാഹിത്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലം. സത്യം പറയുന്നവരെ നമ്മൾ അധിക്ഷേപിച്ച് വിളിക്കുന്ന ഒരു പേരായി ഹരിശ്ചന്ദ്രൻ. നമ്മൾ ഇപ്പൊ കേട്ട കഥയോ ഈ കഥയിലെ വില്ലൻ ഹരിശ്ചന്ദ്രൻ തന്നെയാണ്. പ്രതിനായകൻ. പലപ്പോഴും പ്രതിനായകന്മാരാണ് നായകന്മാരായി മാറുന്നത്. ആരും പൂർണ്ണമായി നല്ലത് മാത്രം ചെയ്യുന്നവരല്ല. നല്ലത് ചെയ്യാൻ അവസരങ്ങൾ കൂടുമ്പോൾ ആ നന്മയിലേക്ക് ചേർന്ന് നിന്ന് നല്ലതായി മാറുന്നവരാണ് അറിയുന്നത്. പലതും അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും അധർമ്മം ചെയ്തവരും ധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും ആ ധർമ്മം ചെയ്യാത്തവരും.
പക്ഷേ നമുക്ക് ധർമ്മത്തെ ചെയ്യാൻ അവസരങ്ങൾ കൂടുതൽ കിട്ടുമ്പോഴോ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ധർമ്മത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ സത്യത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേർന്ന് പിന്നീട് ഒരിക്കലും ആ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു മഹാത്മാവായി മാറിയ രാജാവാണ് ഹരിശ്ചന്ദ്രൻ. അപ്പോൾ ഹരിശ്ചന്ദ്രനെ സത്യത്തിന്റെ പാതയിലേക്ക് നയിച്ചതാരാണ്? വിശ്വാമിത്ര മഹർഷിയാണ്. ഇവിടെ നിന്ന് തുടങ്ങുന്നു ആ കഥ. പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താ? ഹരിശ്ചന്ദ്രൻ അനുഭവിച്ച യാതനകളുടെ ഒരു കഥയുണ്ട്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടില് ഓല കൊണ്ടുണ്ടാക്കിയതായ ഒരു തിയേറ്റർ ഉണ്ടായി, സ്വപ്ന തിയേറ്റർ. കുട്ടിക്കാലത്ത് സാധാരണഗതിയിൽ ഒരു സിനിമയ്ക്കൊക്കെ പോകണമെങ്കിൽ കുടുംബമായ കാരണം 10-15 ആൾക്കാരുടെ അനുവാദം കിട്ടും. അതിൽ ഒരാള് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ പോയില്ല. അന്ന് എന്തെങ്കിലുമൊക്കെ വല്ല പൈസയും കിട്ടണമെങ്കിൽ അയൽപ്പക്കക്കാരോട് കടം ചോദിക്കണം. പക്ഷേ അന്നൊരു ദിവസം വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് പോവാന്ന് ചോദിച്ചു. ആരാണ് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞതെന്ന് കേട്ടപ്പോഴാണ് അത്ഭുതം. വേറെ ആരുമില്ല, അകത്തിരുന്ന് ജപമാലയും കൊണ്ട് നമശിവായി ലഭിച്ചിരുന്ന മുത്തശ്ശിയാണ് പറഞ്ഞത് സിനിമയ്ക്ക് പോകണം. സിനിമയുടെ പേര് രാജ ഹരിശ്ചന്ദ്ര. അത്ഭുതത്തോടുകൂടി കണ്ട സിനിമയാണ്. ഇന്നും മനസ്സിൽ മായാത്ത കറുപ്പും വെളുപ്പും നിറഞ്ഞു ഇക്കുറിശി സുകുമാരനായി ഒരു തലയോക്കെയൊക്കെ കൈ പിടിച്ച് പാട്ട് പാടി. ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ മന്നവനാട്ടെ വ്യാജകനാട്ടെ വന്നിടുമൊടുങ്ങി വഞ്ചിത നടുങ്ങി. അത് കണ്ടപ്പോ എനിക്ക് വിശ്വാമിത്രനോടൊക്കെ എന്തൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ ദേവി ഭാഗവതം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഹരിശ്ചന്ദ്രൻ അനുഭവിച്ച എല്ലാ ദുഃഖത്തിന്റെയും കാരണം ഹരിശ്ചന്ദ്രൻ തന്നെയാണ്. എന്തൊക്കെ ഹരിശ്ചന്ദ്രൻ മറ്റുള്ളവരോട് ചെയ്തുവോ അതെല്ലാം ഹരിശ്ചന്ദ്രന് സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഥയാണ് ഹരിശ്ചന്ദ്രന്റെ സത്യപന്ഥാവിലൂടെയുള്ള യാത്രയുടെ മനോഹരമായ കഥ. ആ കഥ അവസാനിക്കുന്നത് കൗശികി ദേവിയുടെ മാഹാത്മ്യത്തോടെയാണ്. അതിന് കാരണം ശതാക്ഷി ദേവി. ഈ ഹരിശ്ചന്ദ്രൻ ശതാക്ഷി ഉപാസകനായിരുന്നു. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ളതായ കലഹത്തിന്റെ കാരണം ഇങ്ങനെയുള്ള പല കഥകളും ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ ഹരിശ്ചന്ദ്രന്റെ കഥ പറഞ്ഞതെങ്കിൽ, ഇനി തുടർന്ന് ഹരിശ്ചന്ദ്രന്റെ കഥ നമ്മൾ കേൾക്കാൻ പോകുന്നത് സൂര്യവംശ ചരിത്രം പറയുമ്പോഴാണ്. ഏഴാമത്തെ സ്കന്ധത്തിൽ. അതിനു മുമ്പ് വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ളതായ ഈ ദാർശനികമായിരിക്കുന്ന യുദ്ധം അവർ തമ്മിലുള്ളതായ ഒരു ശാപത്തിന് കാരണമാവുകയും അങ്ങനെ വിശ്വാമിത്രനും വസിഷ്ഠനും കൂടി ഹരിശ്ചന്ദ്രന്റെ പേരിൽ ശണ്ട കൂടി എന്നും വിശ്വാമിത്രനെ വസിഷ്ഠൻ ശപിച്ചു നീ ഒരു കൊക്കായി തീരട്ടെ, വിശ്വാമിത്രൻ വസിഷ്ഠനെ ശപിച്ചു നീ ഒരു പൊന്മാനായി തീരട്ടെ. അങ്ങനെ വിശ്വാമിത്രൻ കൊക്കും വസിഷ്ഠൻ പൊന്മാനുമായി ജനിച്ച അനേകം കാലം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടി ജീവിച്ചു എന്നാണ് കഥ. അതിന് പുരാണം കൊടുക്കുന്ന വിശേഷണം ആടീവക യുദ്ധം. ആടി എന്ന് പറഞ്ഞാൽ പൊന്മാൻ, ബകം എന്ന് പറഞ്ഞാൽ കൊക്ക്. ഇതാണ് ആ യുദ്ധത്തിന്റെ കഥ എന്ന് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മപുത്രനായിരിക്കുന്ന വസിഷ്ഠൻ ബ്രഹ്മാവിന്റെ പുത്രനാണ്. ബ്രഹ്മാവിന്റെ സൃഷ്ടികളിൽ ആദ്യം ഋഷീശ്വരന്മാരെ സൃഷ്ടിച്ചു സപ്തർഷികൾ. അത്രി പുലഹൻ പുലർത്തിൻ ക്രതു അങ്കിരസ് വസിഷ്ഠൻ മുതലായിരിക്കുന്ന സപ്തർഷികളാണ് ആദ്യം ഉണ്ടായത്. ആ വസിഷ്ഠൻ പിന്നീട് മാനുഷദേഹം സ്വീകരിച്ച് സൂര്യവംശ പുരോഹിതനാവാൻ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ വസിഷ്ഠനും നിമിയും തമ്മിലുള്ളതായ ഒരു കലഹത്തിന്റെ കഥ. നിമി ചക്രവർത്തി ഒരു യാഗം ചെയ്യണമെന്ന് വിചാരിച്ചു.
അതിന് വേണ്ടിയിട്ട് സംഭാരങ്ങളൊക്കെ ഒരുക്കി. എന്നിട്ട് വസിഷ്ഠനെ വിളിച്ചപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, സംഭാരങ്ങൾ ഒരുക്കണതിന് മുമ്പ് എന്നോട് പറയും, ഞാൻ ദേവലോകത്ത് വേറെ യാഗം ഏറ്റിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാറ്. വസിഷ്ഠൻ എന്നിട്ട് ദേവലോകത്തേക്ക് പോയി. എനിക്ക് അതത്ര ഇഷ്ടമായില്ല. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് രാജ്യം നിലനിൽക്കാൻ വേണ്ടതായ ഒരു യാഗം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പുരോഹിതൻ അതിന് സഹകരിക്കട്ടെ, മറ്റെല്ലാം മാറ്റിവെച്ച് ഇതന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷെ വസിഷ്ഠൻ എങ്ങോട്ട് പോയി? സ്വന്തത്തിൽ. ഇത് ശരിയല്ല. വേഗം ഈ നിമി ചക്രവർത്തി എന്ത് ചെയ്തു? ഗൗതമ മഹർഷിയെ വിളിച്ചു. പേരുകളൊക്കെ പ്രസക്തമാണ്. ഗൗതമ മഹർഷിയെ പുരോഹിതനായിട്ട് വിളിച്ചിട്ട് ഈ യാഗം നടത്തി. യാഗം നടത്തി കഴിഞ്ഞ് യാഗശാലയില് യാഗത്തിന്റെ അവസാന ഘട്ടമെത്തി. ദേവതകളൊക്കെ വന്ന് ഭുജിക്കേണ്ട സമയമായി. യാഗദീക്ഷ വിരിച്ചതായ രാജാവാകട്ടെ യാഗശാലയിൽ നിന്ന് പുറത്തു പോകാതെ യാഗശാലയിൽ തന്നെയാണ് കിടപ്പ്. അങ്ങനെ യാഗശാലയിലെ പ്രധാനപ്പെട്ടതായ യജമാന സ്ഥാനത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതായ രാജാവിന്റെ അരികത്തേക്ക് വസിഷ്ഠൻ വന്നു. സ്വർഗത്തിലെ യാഗത്ത് കഴിഞ്ഞ് വന്നത് ഇവിടെ വലിയ യാഗമൊക്കെ നടത്തി അതിന്റെ അവസാന ഘട്ടത്തിയിരിക്കുന്നു. വസിഷ്ഠൻ എന്ന് ദേഷ്യം, എന്നെ നിസ്സാരനാക്കിക്കൊണ്ടല്ലേ നീ മറ്റൊരാളെ പുരോഹിതനാക്കിക്കൊണ്ട് യാഗം നടത്തിയത്, അതുകൊണ്ട് നിന്റെ ദേഹം പതിച്ചു പോകട്ടെ എന്ന് നിമിയെ ശപിച്ചു. അപ്പോഴാണ് നിമി ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. ഇത് വന്നത് അറിയാതെ ഉറങ്ങിപ്പോയി എന്നുള്ളത് ഒരു അപരാധമാണ്. പക്ഷെ എന്നെ ഇങ്ങനെ ശപിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ യാഗം നടത്തി. അങ്ങനെയുള്ള എന്നെ വസിഷ്ഠ അങ്ങ് ശപിച്ചത് ശരിയായില്ല, എന്റെ ദേഹം പതിച്ചു പോകട്ടെ എന്ന് ശപിച്ചതുപോലെ ഞാനും അങ്ങയെ ശപിക്കുന്ന അങ്ങയുടെ ദേഹവും പതിച്ചു പോകും. ഈ നിമിയുടെ ശാപം മൂലം വസിഷ്ഠ മഹർഷിക്ക് ദേഹം ഉപേക്ഷിക്കേണ്ടി വന്നു. വസിഷ്ഠ മഹർഷി ദേഹത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മാവിൽ വിലീനനായി. പിന്നീട് ആ തേജോമയമായ അംശം മിത്രാവരുണന്മാരിലേക്ക് പ്രവേശിച്ചു. മിത്രാവരുണന്മാരെന്ന് പറഞ്ഞാൽ എന്താ? മിത്രശബ്ദത്തിന് സൂര്യൻ എന്നാണ് അർത്ഥം, വരുന്ന ശബ്ദത്തിന് സമുദ്രം എന്നാണ് അർത്ഥം. അപ്പൊ ജലവും അഗ്നി, ജലതത്വത്തിലേക്കും അഗ്നിതത്വത്തിലേക്കും ലയിച്ചതായ വസിഷ്ഠന്റെ ദേഹം പിന്നീട് മിത്രാവരുണന്മാര് ഉർവശിയിൽ തങ്ങളിലുള്ളതായ ആ ചൈതന്യത്തെ നിക്ഷേപിക്കുകയും മിത്രാവരുണന്മാരിൽ നിന്നും ഉർവശിയുടെ ആ തേജോമയമായിരിക്കുന്ന അംശത്തോടുകൂടി ആ ജന്മം ഉണ്ടായി. അതൊരു കുടത്തിലാണ് സൂക്ഷിച്ചത്. ആ കുടത്തിൽ സൂക്ഷിച്ച കുടത്തിൽ നിന്ന് അവർ ജനിച്ചു. രണ്ടുപേരായിട്ടാണ് ജനിച്ചത്. ഒന്ന് വസിഷ്ഠനും മറ്റൊന്ന് അഗസ്ത്യൻ. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും കുംഭോദ്ഭവന്മാർ എന്ന് വിളിക്കുന്നു. മിത്രാവരുണന്മാർ, മൈത്രാവരുണന്മാർ എന്ന് വിളിക്കുന്നു. മിത്രന്റെയും വരുണന്റെയും പുത്രന്മാർ എന്ന അർത്ഥത്തിൽ മിത്രാവരുണൻ എന്ന് പറഞ്ഞാൽ വസിഷ്ഠനുമാവാം അഗസ്ത്യനുമാവാം. സംഭവം എന്ന് പറഞ്ഞാൽ വസിഷ്ഠനുമാവാം അഗസ്ത്യനുമാവാം. നിമി ചക്രവർത്തിയോ ദേഹം പതിച്ചിട്ടില്ല. ശാപം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും യാഗം പൂർണ്ണമാക്കണം. അവിടെ ദേവതകൾ എല്ലാവരും പ്രത്യക്ഷപ്പെട്ടു. ദേവതകൾ ചോദിച്ചു. ആ യാഗം കഴിയുന്നത് വരെ നിമിയുടെ ദേഹം പതിക്കാതെ ദേവതകൾ കാത്തു സൂക്ഷിച്ചു. യാഗം കഴിയുന്നതോടുകൂടി ദേവതകൾ ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? നിമി പറഞ്ഞു, എന്തായാലും എനിക്കൊരു ദേഹം വേണ്ട. വസിഷ്ഠ മഹർഷിയുടെ ശാപം, ഗുരുവിന്റെ ശാപമല്ലേ, അതിനെ ഞാൻ ധിക്കരിക്കാൻ പാടില്ല, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ വിദേഹനായി എനിക്ക് എല്ലാ ഭൂതജാലങ്ങളിലും വർദ്ധിക്കണം, എല്ലാവരിലും എനിക്ക് നിറഞ്ഞു നിൽക്കണം. അങ്ങനെ ആവട്ടെ എന്ന് നിമിയെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ നിമി സർവഭൂതജാലങ്ങളിലും കുടികൊണ്ടു. എന്നിലുമുണ്ട്, നിമിയിലുമുണ്ട് സർവജരാജനം. ഇതെന്നെ നിമി കണ്ണടച്ച് തുറക്കുന്നതായ ആ ശക്തി വിശേഷത്തെയാണ് നിമി എന്ന് പറയുക. അവയവത്തെ അല്ല. അവയവം എന്താണ്? ഇമയാണ്. അല്ലേ? ഇമ വെട്ടുന്ന, അതിന് സഹായകമായ, കാലത്തെ അറിയാൻ സഹായകമായ ശക്തി എന്ന അർത്ഥത്തിലാണ് നിമി എന്ന ശബ്ദം. അപ്പൊ കാലത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയെ പറയുന്നവരാണ് നിമി. അല്ലാതെ ഈ കണ്ണിന്റെ ഇമ എന്ന അർത്ഥത്തിലല്ല. ഇമ അതിന്റെ ഒരു പ്രതീകാത്മകമായ ഭാവം മാത്രമാണ്. നമുക്ക് സമയത്തെ അറിയുന്നത് നമ്മൾ ഇമ വെട്ടുന്നത് കൊണ്ടാണ്, അല്ലേ? നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണാടിയിൽ കാണുന്നത് നമ്മളല്ലല്ലോ. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹൃദയം, കരള്, കിഡ്നി, ഇങ്ങനെയുള്ളതായ സാധാരണ ആന്തരിക അവയവങ്ങളും സമയത്തെ അറിയുന്നത് നമ്മുടെ ഈ ഇമവെട്ടൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഉറക്കം നിങ്ങൾക്ക് 4 ദിവസം ഉറങ്ങാതിരുന്നാൽ
നിങ്ങളുടെ ആന്തരിക അവയവങ്ങളൊക്കെ അവതരണത്തിൽ, നിങ്ങളുടെ ഓർമ്മ നശിക്കും. കാരണം നിങ്ങളുടെ ശരീരത്തിന് ജലാംശം നൽകണം. കാലബോധം, ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെയാണ് പറയാൻ കേട്ടിട്ട്. എനിക്കറിയില്ല, സയൻസ് ഒന്നും എനിക്കത്ര അറിവുള്ളൊരു കാര്യമല്ല. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഓരോ ആന്തരികാവയവങ്ങൾക്കും അവയവയുടേതായിരിക്കുന്ന ഒരു കാലബോധമുണ്ട് എന്നർത്ഥം. ആ കാലബോധത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇനി നൈമിഷേ നിമിഷക്ഷേത്രേ ഹൃദയശൗനകാദയ തത്രം സ്വർഗായ ലോകായ സഹസ്രസമാസദ എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞത്. അല്ലേ? നൈമിഷേ നിമിഷക്ഷേത്രേ, നൈമിഷമെന്ന അനിമിഷക്ഷേത്രത്തിൽ. ആരാ നിമിഷം? നിമിഷക്കാരൻ ആരാ? സാക്ഷാൽ മഹാവിഷ്ണു, ഈശ്വരൻ. ആ ഈശ്വരന്റെ ഇടത്തിൽ, ആ ഈശ്വരൻ ആരാ? നിമിഷമില്ലാത്തവൻ, കാലത്തിനറിയുന്നത്. കാലത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെയാ? ആ ഇമഘട്ടത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ദേവന്മാർക്ക് ഇമഘട്ടലുകൾ ഇല്ല എന്ന് പറയുന്നത്. ഇല്ല എന്നതിന്റെ അർത്ഥം നമ്മുടെ ഇമഘട്ടലല്ല, അവരുടെ ഇമഘട്ടല്. നമ്മളിങ്ങനെ നിമിഷത്തിൽ ഇങ്ങനെ ഇമഘട്ടുമ്പോ നമുക്കൊരു ദിവസമാണ്, 24 മണിക്കൂറാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഇമഘട്ടൽ ഇങ്ങനെ പോകുന്നത്. പക്ഷെ ദേവന്മാർക്ക് ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം എന്നതുകൊണ്ട് അവരുടെ ഇമഘട്ടൽ എങ്ങനെയായിരിക്കും? മണിക്കൂറൊക്കെ ചിലപ്പോൾ കണ്ടെടുക്കുന്നത്. അതാണ് കാലബോധം. ആ നിമിഷ അനിമിഷ ശബ്ദമാണ് ആധുനിക കാലഘട്ടത്തിലെ ഒരു വലിയൊരു കഥയുടെ പേരായി മാറിയത് അനിമേഷൻ. അനിമേഷൻ പറഞ്ഞാൽ ഒരു ഫ്രെയിമിലെ 24 പിക്ചറുകൾ കടന്നു പോകണം. അപ്പോഴാണ് അത് ചലിക്കുന്നു എന്ന് നമുക്ക് തോന്നുക. അതിന്റെ ചലനത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒരു നിമിഷത്തിൽ, ഒരു ഫ്രെയിമിൽ 24 ചിത്രങ്ങൾ, 24 ഫ്രെയിമുകൾ കടന്നു പോകും ഒരു സെക്കൻഡ്. അങ്ങനെ ഒരുപാട് സെക്കൻഡിലെ ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് കാർട്ടൂണുകളായി, അനിമേഷനായി നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇതേ തിയറിയല്ലേ ഫോട്ടോ എടുക്കുന്ന ക്യാമറയിലും വീഡിയോയുടെ മുമ്പിലുമുള്ളത്. ഈ ഷട്ടർ അടയ്ക്കുന്നതിന്റെ വേഗതയ്ക്കനുസരിച്ചിരിക്കും ആ പിക്ചറിന്റെ സ്വഭാവം. അനിമേഷൻ എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വയ്ക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചാൽ അതിന് കുറച്ചുകൂടി കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോ അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ദേവന്മാരെ നമുക്ക് കാണാൻ പറ്റാത്തത്. ദൂരെ ഒരു കപ്പലുണ്ടെങ്കിൽ കപ്പലിന്റെ വേഗത നമ്മുടെ കണ്ണിന് അറിയാൻ സാധിക്കും? ഇല്ല. അതിന്റെ കാരണം നമ്മുടെ കണ്ണിന്റെ പരിമിതിയാണ്. കാഴ്ചയ്ക്ക് മനുഷ്യന്റെ നേത്രത്തിന് ഒരു പരിമിതിയില്ലേ? ആ പരിമിതി കൊണ്ടാണ് ആകാശത്തിൽ ചെത്തി വിമാനം പോകുമ്പോൾ അത് അവിടെ നിൽക്കാനുള്ളൂ, കുറെ നേരമായിട്ടുള്ള തോന്നുന്നത്. അതെത്രയോ വേഗതയിലാണ് സഞ്ചരിച്ചത്. ആ വേഗതയെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ശക്തി നമ്മുടെ കണ്ണിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കെട്ടിടങ്ങളൊക്കെ പിന്നാക്കം പോകുന്നത്. കാഴ്ചയുടെ ഈ പരിമിതി ഇങ്ങനെയാണെങ്കിൽ ശബ്ദത്തിന്റെ പരിമിതി എന്താ? 20 ആവർത്തിക്ക് താഴെയും 20,000 ആവർത്തിക്ക് മേലെയുമുള്ള ശബ്ദങ്ങളെ മനുഷ്യന്റെ കാതുകൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല, അല്ലേ? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 20 ആവർത്തിക്ക് താഴെയും 20,000 ആവർത്തിക്ക് മേലെയും ശബ്ദങ്ങൾ ഇല്ല എന്നാണ്. ആണോ? അല്ല, ശബ്ദമുണ്ട്. ഉറുമ്പിന് ശബ്ദമുണ്ട്, നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല. 20,000 ആവർത്തിക്ക് മേലെയുള്ള ശബ്ദങ്ങളെ കേൾക്കുന്ന തിമിംഗലങ്ങളും വവ്വാലുകള് 20 ആവർത്തിക്ക് താഴെയും 20,000 ആവർത്തിക്ക് മേലെയും കേൾക്കുന്ന ജീവജാലങ്ങൾ വേറെയും. ഈ പ്രപഞ്ചം മുഴുവൻ ശബ്ദാത്മകമാണ്. ഇനി ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ ശബ്ദത്തിന് പരിമിതി ഇല്ലായിരുന്നെങ്കിലോ നമുക്ക് വല്ല ശബ്ദം കേൾക്കാൻ കഴിയുമോ? ഇല്ല. ശബ്ദം കേൾക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? അതിനൊരു പരിമിതി വേണം, ഒരു പരിധി വേണം. പരിധി ഉണ്ടെങ്കിലേ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്ത് കാര്യമായാലും, കാഴ്ചയായാലും ശബ്ദമായാലും ഗന്ധമാണ്.
ആ അതിരില്ലെങ്കിൽ അതിനെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പ്രപഞ്ചം എത്രയോ വലിയ ശബ്ദമാണ്. സൂര്യൻ കത്തിയെരിയുന്ന ശബ്ദം നിസാര ശബ്ദമാണ്. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യുമ്പോൾ ആ നാളം അത് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. കാത്തിച്ച് നോക്കി അറിയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ സൂര്യൻ കത്തി എരിയുമ്പോൾ, പൊട്ടിത്തെറിക്കുമ്പോൾ എന്തൊക്കെ ശബ്ദങ്ങളുണ്ടായിരുന്നു നമ്മളതിനെ കേൾക്കുന്നുണ്ട്. ഭൂമി തിരിയുന്നുണ്ട്, അതിന് ശബ്ദമില്ലാതിരിക്കും. ഒപ്പം സൂര്യനെ ചുറ്റുന്നുണ്ട്, ശബ്ദമില്ലാതിരിക്കും. ഈ ശബ്ദങ്ങളൊക്കെ ഒരുമിച്ച് നമുക്ക് കേൾക്കേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ അതിന്റെ അർത്ഥം ശബ്ദമില്ലാത്ത അവസ്ഥയാവുന്നു. അപ്പോൾ എല്ലാത്തിന്റെയും ഈ പരിമിതികൾക്കിടയിൽ പലതുമുണ്ട്. 20 ആവർത്തിക്ക് താഴെയും 20,000 ആവർത്തിക്ക് മേലെയും പലതും ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. അവയെ സ്വീകരിക്കുന്നവയുണ്ട്, അവയെ അറിയുന്നവയുണ്ട്. എങ്കിൽ കാഴ്ചകളിലും ഈ പരിമിതികൾക്ക് അപ്പുറമുള്ള പലതും ഇവിടെ തന്നെയുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്കും ഇടയിൽ നമുക്ക് അരികിൽ തന്നെയുണ്ട് എല്ലാം. അതിനെ നമ്മൾ യക്ഷരക്ഷകന്ധർവ കിന്നര പ്രേത വിശാചാദികളാകുന്നതായ ശബ്ദങ്ങളിലൂടെ വ്യവഹരിക്കുന്നു എന്ന് മാത്രം. പൂർവികർ ആ സാന്നിധ്യങ്ങളെ തിരിച്ചറിയുമ്പോൾ ആ സാന്നിധ്യങ്ങളെ തിരിച്ചറിയാൻ അവർ ചില മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. ആ മാധ്യമങ്ങൾ ചിലപ്പോൾ ദുർഗന്ധമാവാം, അല്ലെങ്കിൽ ഭീകര ശബ്ദമാവാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ മാറ്റമാവാം, അല്ലെങ്കിൽ മണ്ണിന്റെ സ്വഭാവമാവാം. അതിനെയാണ് നിമിത്തങ്ങൾ. ആ നിമിത്തങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാകുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ ഉത്തരത്തിൽ നിന്നും കേട്ടതായ ഒരു ശബ്ദമാകും. തെക്ക് നിന്ന് പല്ലി ചരിച്ചാൽ ഇതിന്റെ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ പോകുമ്പോൾ വല്ല കുഴപ്പമുണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, പഴയ കാലത്ത് വീടുകൾ എന്ന് പറഞ്ഞാൽ പല്ലികളും പഴുതാനും തേരട്ടെയും അത്യാവശ്യം ചില കുഞ്ഞിപ്പാമ്പും ഓലപ്പാമ്പും പിന്നെ വല്ലപ്പോഴൊക്കെ ഇനിയും പിടിക്കാൻ വരുന്ന ചേരപ്പാമ്പൊക്കെ കൂടിയതായിരുന്നു നമ്മുടെയൊക്കെ പഴയ കാലത്തെ വീടുകൾ. താഴെ തട്ടി ഇന്നത്തെ പോലെ ടൈലൊന്നും ഇല്ലായിരുന്നു. നല്ല ചാണകം തേച്ച്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചാണകം തേക്കുമ്പോൾ ചാണകത്തിന് നിറം കിട്ടാൻ വേണ്ടി പഴയ കാലത്തെ ഈ ടോർച്ചിലിടുന്ന ചാർജ് കഴിഞ്ഞ ബാറ്ററി അത് ഇടിച്ച് അതിൻ്റെ കൈ കൂടി ചേർത്ത്, അതുപോലെ തുമ്പ ഇടിച്ച് വീട്ടിൽ ചേർത്ത് കഴിഞ്ഞാൽ കൊതുവരികയാണ്. ഈ സൂത്രം മനസ്സിലാക്കിയിട്ട് പിന്നെ കുറെ ആൾക്കാർ തുമ്പയുടെ ചാറൊക്കെ ഉപയോഗിച്ച് ആമമാർക്ക് കൊതുകിരിയൊക്കെ ഉണ്ടാക്കി. നമുക്കിപ്പോഴും കാര്യമൊന്നും പിടിക്കില്ല. നമ്മളിപ്പോഴും ഗുഡ് നൈറ്റ് ഒക്കെ വെച്ച്. അപ്പൊ ഇങ്ങനെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവരായിരുന്നു നമ്മൾ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഈ ജീവജാലങ്ങളുടെ ശബ്ദങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ചലനങ്ങളിലേക്കുള്ളതായ ചില സൂചനകളായി നമ്മൾ സ്വീകരിച്ചിരുന്നു. അതിനെയാണ് നിമിത്തം എന്ന് പറഞ്ഞിരുന്നത്. അത്തരം നിമിത്തങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നത് നമ്മൾ പ്രകൃതിയുടെ ഭാഷയോട് അല്പം ചേർത്തിരുന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ആ പ്രകൃതി ഭാഷ അന്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ നിമിത്തങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. എന്ത് വിചാരിച്ച നിമിത്തങ്ങൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു കാട്ടിൽ ഒരു കൊച്ചു പൊയ്കയിൽ വെള്ളം കുടിക്കാനായി തുള്ളിച്ചാടി വന്നതായ മാൻ ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പൊന്തക്കാട്ടിലൂടെ പമ്മി വന്ന ഒരു സിംഹം ആ മാനിനെ ലക്ഷ്യം വെച്ച് ചാടാനായി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് മരത്തിന്റെ കൊമ്പിലെ ഒരു വാരാട്ടിക്കിളി ആകാശത്തിൽ ഉയർന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കി മാനിന്റെ ചുറ്റുമൊക്കെ പറന്നു. വേഗം തന്നെ മാൻ അവിടെ നിന്ന് തുള്ളിച്ചാടി ഒറ്റ കൊണ്ടുപോയി സിംഹത്തിന് മാനിനെ കിട്ടിയില്ല. കാരണം ഈ വാരാട്ടിക്കിളി മാനിനൊരു സൂചന കൊടുത്തേ വരുന്നു ശത്രു. ഒരു വാരാട്ടിക്കിളിയുടെ ശബ്ദം കൊണ്ടൊരു സിംഹം തന്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് തന്റെ പ്രാണനെ രക്ഷിക്കുന്ന ഒരു സത്യം ഈ പ്രകൃതിയിൽ ഉണ്ടെങ്കിൽ മനുഷ്യന് വേണ്ടി എന്തൊക്കെ സൂചനകൾ ഈശ്വരൻ ഈ പ്രകൃതിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നു. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഈശ്വരന്റെ കുറ്റമല്ല, പ്രകൃതിയുടെ കുറ്റമല്ല, മനുഷ്യന്റെ കുറ്റമാണ്. പതുക്കെ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളിലേക്ക് കൂടി നമുക്ക് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് പറഞ്ഞത്. അപ്പോൾ അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിന്റെ ഫലം അവനവൻ തന്നെ.
താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നതേ വരൂ എന്ന രാമായണത്തിന്റെ കാതലായിരിക്കുന്നതായ ആ ദർശനം, അത് തന്നെയാണ് രജിച്ചന്റെ വാദി. ആ കഥ മനോഹരമായ കഥ. അത് മാത്രം പറയേണ്ട കഥയല്ല, ഈ കഥ കൂടി ചേർത്ത് വെച്ച് പറയേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് കേൾക്കാനുള്ളത് 6ാമത്തെ സ്കന്ധത്തിൽ വളരെ വിശേഷമായിരിക്കുന്ന ഹൈഹയന്മാരുടെ ആവിർഭാവത്തിന്റെ കഥയാണ്. അത് ഏകവീരൻ ഏകാവി എന്ന ഒരു രാജകുമാരന്റെയും ഒരു രാജകുമാരിയുടെയും ഈശ്വരീയമായ പ്രണയത്തിന്റെ കഥ കൂടിയാണ്. അത് നമുക്ക് മധ്യാഹ്നത്തിന് ശേഷം പാരായണ പ്രഭാഷണ സമയത്ത് കേൾക്കാം. ഇപ്പോൾ എല്ലാവരും കൈകൾ ശിരസിനോട് തൊഴും. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി ശ്രീ ഭഗവതി രക്ഷ രക്ഷ മഹേശ്വരി. കൈകൾ മാറോട് ചേർത്ത് തൊഴുതു പിടിക്കുക. ഇന്ന് യജ്ഞവേദി കാലത്ത് മുതൽ ചെയ്തിരിക്കുന്നതായ വളരെ വിശേഷമായ പൂജ ശാകംഭരി പൂജയാണ്. നിങ്ങൾക്ക് വേദി കണ്ടാൽ അറിയാം. പച്ചക്കറികളൊക്കെ തൂക്കിയിട്ട് ഭഗവതി ഫലമൂലാദികളും സസ്യലതാദികളും ഒക്കെയായി സ്വയം പ്രകൃതി സ്വരൂപിണിയായി അവതരിച്ച ചരിത്രമാണ് ശതാക്ഷി ശാകംഭരി മാഹാത്മ്യം എന്ന് പറയുന്നത്. ആ മഹത്തരമായ ഭഗവതി സ്വരൂപത്തെയാണ് നമ്മൾ വേദിയിൽ പച്ചക്കറികളുമൊക്കെ ഫലമൂലാദികളൊക്കെ തൂക്കിയിട്ട് അലങ്കരിച്ച് ചീരയില ഭഗവതിക്ക് അലങ്കാരമാക്കി വെച്ചുകൊണ്ട് നമ്മളിവിടെ പ്രചരിക്കുന്നത്. ഈ പൂജ വൈകുന്നേരത്തെ അഭിഷേകം മഹാദീപാരാധന ഇവയോടുകൂടിയാണ് പൂർത്തിയാവുന്നത്. ഈ ശാകംഭരി ശതാക്ഷി സങ്കല്പത്തിലുള്ളതായ പൂജകൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാം. രോഗശാന്തി, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അതൊക്കെ ഇല്ലാതാവുന്നതിനും പ്രധാനമായും ഉദരരോഗം, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളതായ ആഹാരാദികളിലൂടെ വന്നു ചേർന്നതായ വിഷലിപ്തമായി കൈവിഷം എന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് ആളുകൾ പറയും. അത്തരത്തിലുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ നമ്മുടെ ശരീര അവസ്ഥകളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തീരാനും ശത്രുദോഷങ്ങൾക്ക് ദുരിതങ്ങൾക്ക് ശാന്തി ലഭിക്കാനും ഈ ഭഗവതി സ്വരൂപത്തെ ആരാധിക്കാവുന്നതാണ്. ഏറ്റുമില്ല പ്രകാശമാന പ്രഥമേ പ്രയാണേ പ്രതിപ്രയാണേ അമൃതായമാന അന്തഃപദവ്യാം അനുസഞ്ചരന്തി ആനന്ദരൂപാം അവരാ പ്രപദ്യേ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം തേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം തേ തവ ചരണയുഗം. പവനമുദേശാരാധാകൃഷ്ണ ശരണം തേ തവ ചരണയുഗം. പവനമുദേശാരാധാകൃഷ്ണ ശരണം തേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം തേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം തേ തവ ചരണയുഗം. താപസദാ ശിവ ശംഭോ ശങ്കര ശരണം തേ തവ ചരണയുഗം. താപസദാ ശിവ ശംഭോ ശങ്കര ശരണം തേ തവ ചരണയുഗം. ശബരീശ ആശ്രിതവത്സല ശരണം തേ തവ ചരണയുഗം. ശബരീശ ആശ്രിതവത്സല ശരണം തേ തവ ചരണയുഗം. പൂജിതവാഹന ശ്രീഗണനാഥ ശരണം തേ തവ ചരണയുഗം. പൂജിതവാഹന ശ്രീഗണനാഥ ശരണം തേ തവ ചരണയുഗം. ഗുരുചരണം ശരണം വ്യാസ ഗുരുചരണം ശരണം നാരദ ഗുരുചരണം ശരണം ശ്രീശുക ഗുരുചരണം ശരണം അച്യുത ഗുരുചരണം ശരണം. സർവത്ര ശ്രീ മഹാദേവി നാമ സങ്കീർത്തനം. ജയ ജയ മഹാദേവി.